ഹലോ, എല്ലാവർക്കും മാക്സിമ കേരള PSC യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു 1 വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് പല ആളുകളും പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അറിയിച്ചതിന്റെ പേരിൽ നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മളുടെ മാക്സിമ PSCയുടെ LDC 2024 ആരംഭം എന്ന് പറയുന്ന ഒരു ബാച്ച് യൂട്യൂബിൽ സൗജന്യമായി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാം. ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ്. ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ഡെയിലി ക്ലാസ്സുകൾ ഉണ്ട്, നോട്ട്സ് ഉണ്ട്, സ്റ്റഡി പ്ലാൻ ഉണ്ട്, ന്യൂസ് പേപ്പർ അനാലിസിസ് ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കോഴ്സിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു വീക്ക് ലെങ്തി ഉള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഫസ്റ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയതും വലുതുമായ ഭൂഗർഭ ലബോറട്ടറിയുടെ പ്രവർത്തനത്തിലൂടെ ഭൗതിക ശാസ്ത്ര മേഖലയിൽ സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം, അഥവാ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഒരു ഭൂഗർഭ ലബോറട്ടറി സ്ഥാപിച്ചിരിക്കുന്നത് ആരാണ്? അത് ചൈനയാണ്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഒന്നാമത്തെ ഫാക്ട് ആണ്, പഠിച്ചു വെച്ചോ, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ലോകത്തിലെ ഏറ്റവും ആഴമേറിയതും വലുതുമായ ഭൂഗർഭ ലബോറട്ടറി അത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചു വെക്കണേ, ഒരിക്കലും മറന്നു പോകരുത്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭൂഗർഭ ലബോറട്ടറി എവിടെയാണ്? അപ്പൊ അത് ഫിസിക്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ഭൗതിക ശാസ്ത്ര മേഖലയിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഡീപ്പ് അണ്ടർഗ്രൗണ്ട്, അതേപോലെ തന്നെ അൾട്രാ ലോ റേഡിയേഷൻ ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റി ഫോർ ഫ്രണ്ടിയർ ഫിസിക്സ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഡീപ്പ് അൾട്രാസൗണ്ട് അൾട്രാ ലോ റേഡിയേഷൻ ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റി ഫോർ ഫ്രണ്ടിയർ ഫിസിക്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് 2400 മീറ്റർ ആയത്തിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പേര് എന്താണ്? DURF എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന DURF-ന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക. ഇത് ആരൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? സിംഘുവ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ യെലോങ് റിവർ ഹൈഡ്രോ പവർ ഡെവലപ്മെന്റ് കമ്പനി, ഈ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ഒരു കമ്പനിയും, ഇവർ രണ്ടുപേരും സഹകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു ഏറ്റവും ആഴമേറിയ ലബോറട്ടറി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഫാക്ട് ക്ലിയർ ആണല്ലോ. അപ്പോ ഈ പറയുന്ന ശാസ്ത്രജ്ഞർക്ക് മറ്റെവിടെയും ലഭ്യമല്ലാത്ത സവിശേഷമായ പരീക്ഷണ സാഹചര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇരുണ്ട ദ്രവ്യത്തിനായുള്ള ആഗോള തിരയലിന് ഗണ്യമായ സംഭാവന നൽകുക എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഏറ്റവും ആഴമേറിയ ലബോറട്ടറി എവിടെയാണ് വന്നിരിക്കുന്നത്? ചൈനയിലാണ്. 2400 മീറ്റർ ആയത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സിംഘുവ യൂണിവേഴ്സിറ്റിയും യെലോങ് റിവർ ഹൈഡ്രോ പവർ ഡെവലപ്മെന്റ് കമ്പനി, ഈ പറയുന്ന രണ്ടാളുകളും കൂടി സംയുക്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് എന്ത് ചെയ്യും, ഇത് ശാസ്ത്രജ്ഞന്മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാര്യം, 2023 കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേള, ഇപ്പൊ കേരള ചലച്ചിത്രമേള നടന്നു, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോവയിൽ നടന്നു. ഓക്കെ, ഇത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 അല്ലെ. അപ്പൊ ഇതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ചിൽഡ്രൻ ഓഫ് നോബഡി എന്ന് പറയും. അതൊരു ഇസ്രായേലി ചിത്രമാണ്. ചിൽഡ്രൻ ഓഫ് നോബഡി സംവിധാനം ആരാണ്? എരസ് റോഡ്മോർ ആണ് എന്ത് ചെയ്തത്, ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേള മികച്ച ചിത്രം ചിൽഡ്രൻ ഓഫ് നോബഡി. അപ്പൊ എന്താണ്, അതൊരു ഇസ്രായേലി ചിത്രമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് മീൻസ് ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ ലഭിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതേപോലെ തന്നെ എന്താണ്, മികച്ച സംവിധായകൻ ആരാണ്? കാർലോസ് മഖാവെ എന്ന് പറയും.
ഫിലിം ഏതാണ്? വൺ വേ എന്ന് പറയുന്ന ഫിലിമിനാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷാ വിഭാഗത്തിൽ ആരാണ്? ഗുരായ് ഫാക്രിയാണ് രജനി ബസുമതാരി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം, ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. കാരണം അത് ചോദിക്കാനുള്ള ചെറിയൊരു പോസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ് സമ്മക്ക സാരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. അതെവിടെയാണ് വരുന്നത്? തെലങ്കാനയിലാണ്. അപ്പൊ സമ്മക്ക സാരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അതെവിടെയാണ് വരുന്നത്? തെലങ്കാനയിലാണ്. ഫാക്ട് പഠിച്ചു വെച്ചോ. സമ്മക്ക സാരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അത് ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? അത് തെലങ്കാനയിലാണ് വരുന്നത്. അപ്പൊ കേന്ദ്ര സർവകലാശാല ഭേദഗതി ബില്ല് 2023. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പുതിയ ട്രൈബൽ യൂണിവേഴ്സിറ്റി തെലങ്കാനയിൽ സ്ഥാപിതമാകുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ആദിവാസി മേഖലകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക, അതോടുകൂടെ എന്ത് ചെയ്യുക, അവർക്ക് മീൻസ് എന്ത് ചെയ്യുക, ഒരു ഉന്നമനത്തിനുള്ള ഒരു പരിപോഷിപ്പിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു മുന്നേറ്റത്തെ സൂചിപ്പിക്കുക. അഥവാ ട്രൈബൽ പോപ്പുലേഷനെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഈ പറയുന്ന സംവരണമൊക്കെ നൽകുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്താണ്? ഇവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അല്ലെ. ഓക്കെ ഓക്കെ, അപ്പൊ അവർക്ക് അനുഗുണമായ രീതിയിൽ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് കുറച്ചുകൂടി ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈ പറയുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സമ്മക്ക സാരക്ക ട്രൈബൽ യൂണിവേഴ്സിറ്റി തെലങ്കാനയിൽ സ്ഥാപിതമാകുന്നത്. അടുത്തൊരു കാര്യം, സുഗതകുമാരിയുടെ 90ാമത് ജന്മവാർഷികത്തിന്റെ ഭാഗമായി ജനുവരി 22-ന് സംഘടിപ്പിക്കുന്ന ജന്മവാർഷികാഘോഷം, അതിന്റെ പേരെന്താണ്? സുഗത നവതി. സുഗത നവതി, നവം എന്നൊക്കെ പറയുമ്പോൾ 9, 90 എന്നൊക്കെ ഉണ്ടല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ സുഗത നവതി. അപ്പൊ സുഗതകുമാരിയുടെ 90ാമത് ജന്മവാർഷികം അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് സുഗത നവതി എന്നാണ് പേര്. ഓക്കെ അല്ലേ? ആ ഒരു കാര്യം കൃത്യമായ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ സുഗതകുമാരിയുടെ 90ാമത് ജന്മവാർഷികത്തിന്റെ ഭാഗമായി ജനുവരി 22-ന് സംഘടിപ്പിക്കുന്ന ജന്മവാർഷികാഘോഷം അതിന്റെ പേരെന്താണ്? സുഗത നവതി എന്നാണ്. ഫാക്ട് പഠിച്ചു വെച്ചോ. ഇതാണ് നമ്മളുടെ സുഗതകുമാരി. അടുത്ത കാര്യം, ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് സവാള കൂടുതൽ കാലം സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ചതാരാണ്? ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ ആണ്. അപ്പം നമ്മളിപ്പം സവാളയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പോർട്ടിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പോർട്ട് മീൻസ് അഥവാ നമ്മൾക്ക് ഗുണനിലവാരത്തോടു കൂടി കൂടുതൽ കാലം ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സംവിധാനം കണ്ടുപിടിച്ചത് അതാരാണ്? ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ. സവാള ബാബ ആറ്റമിക് സവാരി ഗിരിഗിരി ഒക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു സംവിധാനം കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം, നവകേരള മിഷൻ. നവകേരള യാത്രയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ നവകേരള മിഷന്റെ ഭാഗമായിട്ട് നമ്മളെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അതുമായി സഹകരിച്ചുകൊണ്ട് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി. അപ്പൊ നവകേരള മിഷന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അല്ലേ. അപ്പൊ നവകേരള മിഷന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേരാണെന്ത്? ഉറവു തേടി. അപ്പൊ ആരാണ്? ഹരിത കേരളം മിഷനാണ്. എന്തിന്റെ ഭാഗമായിട്ടാണ്? നവകേരള മിഷന്റെ ഭാഗമായിട്ടാണ്. എന്തുമായി സഹകരിച്ചുകൊണ്ടാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്. ഇതൊരു ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ്. പേരെന്താണ്? ഉറവു തേടി. ഓക്കെ, ഫാക്ട് പഠിച്ചു വെച്ചേ. അടുത്തൊരു കാര്യം, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അത് കടലിനടിയിൽ വെച്ചാണ്. ആരാണ് പുസ്തകം എഴുതിയത്? അരുൺ അലോഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ
എന്ന് പറയുന്ന ഒരു പുസ്തകം കടലിനടിയിൽ വെച്ചാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. അത് എഴുതിയതാരാണ്? അരുൺ അലോഷ്യസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫാക്ട് പഠിച്ചു വെച്ചോ. കാരണം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം, 2023 ഡിസംബർ 15, ആ ഡേറ്റ് പ്രധാനമൊന്നുമല്ല, പ്രതിരോധ മന്ത്രാലയം പൂനെയിലെ ഏത് സംവിധാനവുമായിട്ടാണ് ഒരു സുപ്രധാന കരാർ ഒപ്പുവെച്ചത്? ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അപ്പൊ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രതിരോധ മന്ത്രാലയം ഒരു പ്രത്യേക കരാറ്. ഏകദേശം 5336 കോടി രൂപയുടെ പദ്ധതിയാണ്. 10 വർഷ കാലയളവിലേക്ക് ആർമിക്ക് വേണ്ട ഇലക്ട്രോണിക് ഫ്യൂസുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇറക്കുമതി ഒഴിവാക്കിയിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ദീർഘകാല വെടിമരുന്ന് ആവശ്യകതകൾ നിറവേറ്റുക. അപ്പൊ ഇറക്കുമതി, ഇപ്പൊ നമ്മൾ എന്താണ് സെൽഫ് സഫിഷ്യന്റ് അല്ലെങ്കിൽ ആത്മനിർഭർദ് എന്ന് പറയല്ലോ അല്ലെ, ആത്മനിർഭർ എന്ന് പറയും അല്ലെ, സ്വയം പര്യാപ്തമാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ 10 വർഷ കാലയളവിലേക്ക് ഇന്ത്യൻ ആർമിക്ക് ആവശ്യമുള്ള ഫീസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഇലക്ട്രോണിക് ഫീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഭാരത് ഇലക്ട്രോണിക്കുമായിട്ട് പ്രതിരോധ മന്ത്രാലയം സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇറക്കുമതിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം സ്വയം പര്യാപ്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ മീൻസ് എന്ത് ചെയ്യാണ്, നമ്മൾ തന്നെ രാജ്യത്തിൽ ഇപ്പം ISRO ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യതല്ലേ. മുമ്പ് നമ്മൾ പല സംഗതികളും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതായിരുന്നെങ്കിൽ ഇപ്പൊ പല സംഗതികളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് തന്നെ. ഇപ്പം സോമനാഥ് ISROയുടെ ചെയർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. മുമ്പ് നമ്മൾ ഈ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ചെറിയ സ്ക്രൂ വരെ പുറം രാജ്യത്ത് നിന്ന് മീൻസ് ഇറക്കുമതി ചെയ്തതായിരുന്നെങ്കിൽ ഇപ്പൊ പല സംഗതികളും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ICC Under-19 2024 പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഉദയ് സഹാറൻ എന്ന് പറയും. അപ്പൊ ഈ Under-19 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം മീൻസ് എന്താണ് Under-19? ചില ആളുകൾ ഇപ്പം നമ്മളുടെ വിരാട് കോഹ്ലിയെ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് എത്തിയത് Under-19-ലാണ്. അതേസമയത്ത് ഉന്മുഖ് ചന്ദിനെ പോലെയുള്ള വളരെ പ്രതിഭാശാലികളായ താരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരും അവരുടെ ഇപ്പൊ ഈ അറിയുന്ന Under-19 ഇന്ത്യയെ അല്ലെങ്കിൽ ലോകകപ്പിലൊക്കെ വിജയം നേടിയ ക്യാപ്റ്റന്മാരായിരുന്ന ആളുകളൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ക്രിക്കറ്റ് ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പേര് കൂടി നമ്മൾക്ക് ശ്രദ്ധിക്കാം. ICC Under-19 2024 പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഉദയ് സഹാറൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ പേര് പഠിച്ചു വെക്കാൻ സുഖാണ്. ഇന്ത്യയുടെ ജേഴ്സിയിൽ മുമ്പേ നമ്മൾ കണ്ടുപഠിച്ചൊരു പേരല്ലേ സഹാറ എന്ന് പറയുന്നത് അല്ലെ. സഹാറയുടെ അദ്ദേഹം ഇപ്പൊ റീസെന്റ് ആയിട്ട് മരിച്ചു അല്ലെ. അപ്പൊ ഉദയ് സഹാറൻ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് 2024 Under-19 ലോകകപ്പ്. അടുത്തൊരു കാര്യം, വിജയ് ദിവസ് എന്ന് പറയും അല്ലെ, ഡിസംബർ 16-നാണ് അല്ലെ. 1971 പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ വീര്യം, ത്യാഗം, അവ വളരെ വലിയ ഒരു വിജയം നമ്മൾ നേടിയിട്ടുണ്ട് 1971. അതിന്റെ സൂചകമായിട്ടാണ് ഡിസംബർ 16-ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിജയ് ദിവസ് എന്ന് പറയുന്നത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് വളരെ ആഴത്തിലുള്ള ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യയുടെ വളരെ വലിയ ഒരു ഉജ്ജ്വല വിജയത്തെ പ്രകടമാക്കുന്നു. കാരണം അന്നാണ് ബംഗ്ലാദേശ് സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാലോ. കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യ ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് പാകിസ്ഥാന് രണ്ട് സൈഡിലാണ്. ഇവിടെയും ഒരു പാകിസ്ഥാൻ, ഇവിടെയും ഒരു പാകിസ്ഥാൻ അല്ലെ. ഒന്ന് വെസ്റ്റും ഒന്ന് ഈസ്റ്റും അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രണ്ട് പാകിസ്ഥാൻ. അപ്പൊ സ്വാഭാവികമായും ഇവിടെ വിശാലമായി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കിടക്കുന്നു. അപ്പൊ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിലേക്ക് വികസനം എത്തുന്നില്ല എന്നതിന്റെ പേരിലൊക്കെ മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പാകിസ്ഥാൻ, ഇവിടെ ഒരു പാകിസ്ഥാന്. അപ്പൊ സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭരണമൊക്കെ ഈ ഒരു മേഖലയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മേഖല പലപ്പോഴും എന്ത് ചെയ്യും, ലാംഗ്വേജ് പരമായിട്ടുള്ള പ്രശ്നം,
കാരണം ഇവർക്ക് എന്താണ്, ഉറുദു ആണ് പ്രധാനം. ഇവിടെ ബംഗ്ലാദേശ് ആ മേഖലയിലുള്ള ആളുകളായതുകൊണ്ട് ബംഗ്ല എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന്റെ പ്രശ്നം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഒരു വിമോചന സമരം തുടങ്ങിയപ്പം നമ്മൾ ബംഗ്ലാദേശിന് വേണ്ട സഹായങ്ങൾ നൽകി കൊടുത്തത് ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു യുദ്ധം കൂടി ഇവിടെ നടന്നു. അപ്പൊ അതിൽ ഇന്ത്യൻ സൈന്യത്തിന് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ആദര സൂചകമായിട്ടാണ് ഡിസംബർ 16 നമ്മൾ എന്ത് ചെയ്യുന്നത്, വിജയ് ദിവസമായി ആഘോഷിക്കുന്നത്. നമ്മൾ പറഞ്ഞു IFFK, കേരള ചലച്ചിത്ര അല്ലെങ്കിൽ കേരള ചലച്ചിത്രോത്സവം, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. അതിൽ മികച്ച സിനിമക്കുള്ള സുവർണ ചകോരം നേടിയതാരാണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നതാണ് സുവർണ ചകോരം. എന്നാൽ രജത ചകോരം നേടിയതാരാണ്? ഷോക്യർ കോലിക്കോവ് എന്ന് പറയും. സൺഡേ എന്ന് പറയുന്ന ചിത്രത്തിനാണ് രജത ചകോരം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ കേരള ചലച്ചിത്രോത്സവം, അതിൽ മികച്ച സിനിമക്കുള്ള സുവർണ ചകോരം നേടിയതാരാണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. അതേ സമയത്ത് രജത ചകോരം നേടിയത് ഏതാണ്? ഷോക്യർ കോലിക്കോവ് എന്ന് പറയും. ചിത്രം സൺഡേ ആണ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം എന്ന് പറയുന്ന പേര് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ധർമ്മടം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിനാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ്, 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അലി അബു അവ്വാദ് എന്ന് പറയും. അതേപോലെ തന്നെ ഡാനിയേൽ ബമൻ മഭായ് എന്ന് പറയും. ഒരാള് വളരെ വലിയ ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്, മറ്റൊരാൾ എന്താണ്, ഒരു ആക്ടിവിസ്റ്റ് ആണ്. അലി അബു അവ്വാദ് എന്ന് പറയും അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രണ്ടാളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോ 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? അലി അബു അവ്വാദ്, അതേപോലെ തന്നെ ഡാനിയേൽ ബമൻ മഭായ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡാനിയേൽ ബാരൻ ബോയ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രണ്ട് പേരുകൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതേപോലെ 2024 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ്? അസർബൈജാൻ ആണ് 2024 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയാകുന്നത്. ഓക്കെ, അപ്പോ തൊട്ട് മുമ്പെയുള്ള കാര്യം, തൊട്ട് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ 2024 കാലാവസ്ഥ ഉച്ചകോടി എന്ന് പറയുമ്പോൾ 2022 ഒരു ഹോംവർക്ക് എടുക്കട്ടെ. 2022 എവിടെയാണ്? 2023 എവിടെയാണ്? 2025 എവിടെയാണ്? ഇത്രയും കാര്യം എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? അപ്പൊ 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്ക് വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന രാജ്യം, ആഫ്രിക്കൻ രാജ്യം ഏതാണ്? കെനിയയാണ് അല്ലെ. ഓക്കെ, അപ്പൊ 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്ക് വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം. പല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങൾക്ക് വിസ നിയന്ത്രണത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക്, ഇപ്പം ഇറാൻ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിസയിൽ ഇളവ് നൽകിയിട്ടാണ്. അതേ സമയത്ത് എല്ലാ വിദേശ സഞ്ചാരികൾക്കും വിസയിൽ ഇളവ് നൽകുന്ന ഒരു ആഫ്രിക്കൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കെനിയയാണ്. ഇനി അടുത്തൊരു ഫാക്ട് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. രാജ്യത്ത് കോവിഡിന്റെ ഉപവകഭേദമായ JN1 ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ ഇവിടെ JN1 എന്ന് പറയുന്ന പുതിയ കോവിഡിന്റെ വകഭേദം അത് റിപ്പോർട്ട് ചെയ്ത ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നമ്മൾ മറ്റു പല പാരാമീറ്ററിലും നമ്മൾ മുന്നിലാണ്. അതേ സമയത്ത് ഈ രോഗങ്ങൾ വരുന്നതിലും നമ്മൾ ഒരുപാട് മുന്നിലാണ്. കാരണം എന്താണ്? നമ്മൾ ഈ പറയുന്ന വിദേശ രാഷ്ട്രങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് രോഗങ്ങളൊക്കെ സ്ഥിരീകരിച്ചിരിക്കുന്ന രാഷ്ട്രങ്ങളുമായിട്ട് നമ്മൾക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ വളരെ വലിയ ഒരു ജനസഞ്ചയം എന്ത് ചെയ്യുന്നുണ്ട്? വിദേശ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഡയസ്പോറ എന്തുണ്ട്? വിദേശ രാഷ്ട്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള പല സംഗതികളും ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായി കേരളത്തിലാണ് ആദ്യമായി സ്ഥിരീകരിക്കുന്നത്. അപ്പൊ JN1 എന്ന് പറയുന്ന കോവിഡിന്റെ ഉപവകഭേദം അത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കേരളത്തിലാണ്. മറ്റൊരു കാര്യം, DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയ ഡ്രോൺ സ്വിഫ്റ്റ് ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി 2023 വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോ DRDO വികസിപ്പിച്ച ഈ പറയുന്ന മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയ ഡ്രോൺ സ്വിഫ്റ്റ് ഗ്ലോബൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, സ്വിഫ്റ്റ് ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? 2023 വേദി ന്യൂഡൽഹിയാണ്. DRDO നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പൊ സ്വിഫ്റ്റ് ഗ്ലോബൽ ഇൻക്ലൂസീവ്, ഓക്കെ, ഇത് നിങ്ങൾ വെട്ടിക്കളയാം. സ്വിഫ്റ്റ് ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടിയുടെ 2023 വേദി ഏതാണ്? അത് ന്യൂഡൽഹിയാണ്. അപ്പൊ സ്വിഫ്റ്റ് ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടിയുടെ 2023 വേദി ന്യൂഡൽഹിയാണ്. അടുത്തൊരു കാര്യം, അയോധ്യയിൽ ക്ഷേത്രമൊക്കെ വരുന്നുണ്ടല്ലോ. അയോധ്യയിൽ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് ഏതാണ്? മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറയും, അല്ലെ? ഓക്കെ, അപ്പൊ അയോധ്യയില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ രാമക്ഷേത്രത്തിന് ആ സ്ഥലം വിട്ടു നൽകിയപ്പോ തന്നെ മറ്റൊരു സ്ഥലത്ത് വളരെ വലിയ ഒരു പള്ളി നിർമ്മിച്ചു നൽകും എന്നുള്ള ഒരു വാഗ്ദാനം എന്ത് ചെയ്തിട്ടുണ്ട്? മീൻസ് ആ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഓക്കെ, അതിന്റെ പേരെന്താണ്? മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള. മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറഞ്ഞാല്, മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പ്രവാചകൻ, അല്ലെ? അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുള്ള, ആ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അയോധ്യയിലെ മസ്ജിദ് എന്ത് ചെയ്യുന്നത്? മീൻസ് ആ ഒരു പേരിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് വരുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം പെന്റഗൺ ആയിരുന്നു മുമ്പ്. ഇപ്പൊ എന്താണ്? ഈ പറയുന്ന സൂറത്ത് ഡയമണ്ട് ബോബ്സ് എന്ന് പറയും. അപ്പൊ സൂറത്ത് ഡയമണ്ട് ബോബ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമുച്ചയം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണെന്ന് ചോദിച്ചാൽ ഇതുവരെ പെന്റഗൺ ആയിരുന്നു. ഇപ്പൊ പെന്റഗണെ ഓവർടേക്ക് ചെയ്തുകൊണ്ട്, US പെന്റഗണെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്ത് ഡയമണ്ട് ബോബ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഡയമണ്ട് ബോബ്സ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ പറയുന്നതാണ്. അടുത്തൊരു കാര്യം, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അപ്പൊ ഈ പറയുന്ന 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അപ്പൊ അവരുടെ സെക്യൂരിറ്റി മാനിച്ചുകൊണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇതുപോലെയുള്ള സംവിധാനത്തിൽ നിന്ന് അവർക്ക് കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ വരുത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അടുത്തൊരു കാര്യം, ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മിഥെയിൻ റോക്കറ്റ് ആയ സുക് 2 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. നേരത്തെ നമ്മൾ ചൈനയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഏറ്റവും ആഴമേറിയ ഫിസിക്സ് ലബോറട്ടറി ചൈനയിലാണല്ലേ സ്ഥാപിച്ചത്. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മിഥെയിൻ റോക്കറ്റ് അത് വിക്ഷേപിച്ച, അതിന്റെ പേരെന്താണ്? സുക് 2 എന്ന് പറയും. അത് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മിഥെയിൻ റോക്കറ്റ് ആയ സുക് 2 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. 2023 ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. ഓക്കെ, അപ്പൊ 2023 ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി 1-ാം സ്ഥാനത്തെത്തിയത് ആരാണ്? സ്പെയിനാണ്. ചരിത്രത്തിൽ ആദ്യമായി എന്ന് പറഞ്ഞാൽ സ്പെയിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. രണ്ടാമത്തേത്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി റെബേക്ക വെൽഷു എന്ന് പറയും. ഓക്കെ, അപ്പൊ റെബേക്ക വെൽഷ് ആണ് എന്ത് ചെയ്യുന്നത്? റെബേക്ക വെൽഷ് ആണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും മീൻസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി. അപ്പൊ ഇവിടെ വേൾഡ് കപ്പ് നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി ആരാണ്? പുരുഷ വേൾഡ് കപ്പ് ഒന്ന് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ എന്താണ്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി എന്ന് പറയുന്നത് റെബേക്ക വെൽഷ് ആണ്.
റെബേക്ക വെൽഷ് എന്നാണ് പേര്. ഓക്കെ, നെക്സ്റ്റ് വൺ, വേൾഡ് റെസ്ലിംഗ് 2023 വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാരാണ്? ആൻഡിം പങ്കൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ വേൾഡ് റെസ്ലിംഗ് 2023 വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ താരമാരാണ്? ആൻഡിം പങ്കൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആൻഡിം പങ്കൽ ആണ് എന്ത് ചെയ്യുന്നത്? 2023 റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തൊരു കാര്യം, 2023 വിജയ് ഹസാരെ ട്രോഫിയില് ആരാണ് വിജയിച്ചിരിക്കുന്നത്? ഹരിയാനയാണ്. രാജസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹരിയാന ഈ പറയുന്ന ഒരു വിജയം നേടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. വിജയ് ഹസാരെ ട്രോഫി എന്നാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ആരാണ് വിജയിച്ചിരിക്കുന്നത് 2023? ഹരിയാന. അപ്പൊ ഇതുപോലെയുള്ള എന്ത് കളികളും, സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. വിജയ് ഹസാരെ നമ്മൾ പറഞ്ഞു, മുഷ്താഖ് അലി ട്രോഫി, ഇതുപോലെയുള്ള ഓരോ കളികളും, ഡേവിഡ് കപ്പ്, ഇതുപോലെയുള്ള ഓരോ കളികളും ഏത് മീൻസ് എന്താണ്? ഓരോ ട്രോഫികളും അല്ലെങ്കിൽ ഓരോ ടൂർണമെന്റുകളും ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പഠിച്ചു നോക്കണം. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ ഏത് ഇപ്പൊ നമ്മളുടെ മീൻസ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പറയും ഓരോ ട്രോഫിയും ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്. അതേ സമയത്ത് നിങ്ങൾ സ്വന്തമായി എവിടെയെങ്കിലും എന്തെങ്കിലും ടൂർണമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ട്രോഫിയെ കുറിച്ചോ എന്താണ് കേൾക്കുകയാണെങ്കിൽ അത് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഒന്ന് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ വേൾഡ് കപ്പ് എന്നൊക്കെ പറയല്ലോ. അപ്പൊ വേൾഡ് കപ്പ് പലതിലും ഉണ്ട് അല്ലെ? ക്രിക്കറ്റിലുണ്ട്, ഫുട്ബോളിലുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ഇന്ത്യയാണ്. ഏകദേശം 340 സംതിങ് റൺസിനാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റൊരു നേട്ടം കൂടിയുണ്ട്. 1935 ശേഷം ആദ്യമായിട്ട് ആദ്യ ദിവസം 400-ലധികം റൺസ് നേടുന്ന ടീം എന്ന് പറയുന്ന ചരിത്രവും എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ ഇതേ കളിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു? ഓസ്ട്രേലിയയും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ടെസ്റ്റിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വനിതാ ക്രിക്കറ്റ് ആണ്. ഇതൊന്നും മെൻസ് ക്രിക്കറ്റ് അല്ല. മെൻസ് ക്രിക്കറ്റിൽ കുറച്ചുകൂടി ഫാക്റ്റുകൾ ഉണ്ട്, നമുക്ക് പറയാം. അടുത്തത് 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ലിയാണ്ടർ പേസ്, വിജയ് അമൃതരാജ്. ലിയാണ്ടർ പേസ്, വിജയ് അമൃതരാജ്, ഈ പറയുന്ന രണ്ടാളുകളാണ് എന്ത് ചെയ്യുന്നത്? അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇടം പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഫാക്ട് എന്തായാലും പഠിച്ചു വെക്കണേ. കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹാൾ ഓഫ് ഫെയിമിൽ സ്ഥാനം പിടിക്കുന്നത്. അപ്പൊ ലിയാണ്ടർ പേസ്, വിജയ് അമൃതരാജ്, ഈ പറയുന്ന രണ്ടാളുകളാണ് 2023 ഈ പറയുന്ന ഹാൾ ഓഫ് ഫെയിമിൽ എന്ത് ചെയ്തത്? ഇടം പിടിച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ITF വേൾഡ് ചാമ്പ്യൻ അവാർഡ് 2023 പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ആണ്. അതേപോലെ തന്നെ അരീന സെബലങ്കെ എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന രണ്ടാളുകൾക്കാണ് ITF അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുമ്പോൾ വേൾഡ് നമ്പർ 1 താരമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 3 മീൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 1 റണ്ണറപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അരീന സെബലങ്കെ. അപ്പൊ ഈ പറയുന്ന ITF വേൾഡ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? നൊവാക് ജോക്കോവിച്ച്, അരീന സെബലങ്ക. അപ്പൊ ഈ പറയുന്ന രണ്ട് പേരുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇതാണ് നൊവാക് ജോക്കോവിച്ച്, അതേപോലെ തന്നെ അരീന സെബലങ്ക. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം വാരാണസിയിൽ എന്താണ്? സ്വവർവേദ് മഹാമന്ദിർ എന്ന് പറയും. സ്വവർവേദ് മഹാമന്ദിർ എന്ന് പറയും. ശ്രീ നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പൊ വാരാണസിയിലാണ്, ഉമറഹയിലാണ് എന്ത് ചെയ്യുന്നത്? സ്വവർവേദ് മഹാമന്ദിർ. അപ്പൊ ഇതെന്താണ്? നിത്യയോഗിയും വിഹാംഗ യോഗ, ഏത് യോഗയാണ്? വിഹാംഗ യോഗയുടെ സ്ഥാപകനുമായ സദ്ഗുരു ശ്രീ സദാഫൽ ദിയോജി മഹാരാജ്, അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ ഗ്രന്ഥമുണ്ട്
സൊവർവേദ് എന്ന് പറയും അല്ലെ. അപ്പൊ ഈ സൊവർവേദ് എന്ന് പറയുന്ന ഈ ഒരു പേരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സൊവർവേദ് മഹാമന്ദിർ എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രത്തിന്റെ പേരെന്താണ്? സൊവർവേദ് മഹാമന്ദിർ എന്നാണ്. ഇതെവിടെയാണ്? വാരാണസിയിലാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ പേര് ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു നിത്യയോഗിയും വിഹാംഗ യോഗയുടെ സ്ഥാപകനുമായ, അപ്പൊ വിഹാംഗ യോഗയുടെ സ്ഥാപകൻ ആരാണ്? സദ്ഗുരു ശ്രീ സദാഫൽ ദിയോജി മഹാരാജ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് എന്ത്? സൊവർവേദ് എന്ന് പറയുന്നത്. ആ സൊവർവേദ് എന്ന് പറയുന്ന സൊവർവേദ്, ഓക്കെ, അപ്പൊ ഈ ഒരു പേരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ധ്യാന കേന്ദ്രത്തിന്റെ പേര് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ സൊവർവേദ് മഹാമന്ദിർ എന്ന് പറയുന്ന പേര് അത് ആരുമായി കണക്റ്റഡ് ആണ്? സദ്ഗുരു ശ്രീ സദാഫൽ ദിയോജി മഹാരാജുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാരാണസിയിലാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്? അത് ശ്രീ നരേന്ദ്രമോദിയാണ്. ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി 2023 വേദി എന്താണ്? ന്യൂഡൽഹി. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളുടെ ഒരു AI ഇതുപോലെയുള്ള പലതിന്റെയും ഉച്ചകോടി, അതേപോലെ തന്നെ എന്താണ് G20 ഉച്ചകോടി നടന്നു. ഇപ്പൊ 2023 ഒരുപാട് ഉച്ചകോടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂഡൽഹി വേദിയായിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി 2023 വേദി ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് ന്യൂഡൽഹിയാണ്. അടുത്തത് ഇന്ത്യൻ വ്യോമസേന എന്ന് പറയും, ഇന്ത്യൻ എയർഫോഴ്സ് അല്ലെ. അപ്പൊ അവരുടെ സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷ്വേർഡ് റിട്ടലിയേഷൻ എന്ന് പറയും, അത് സമർ. അപ്പൊ അതെന്ത് ചെയ്തിട്ടുണ്ട്? വിജയകരമായി പരീക്ഷിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ വ്യോമസേന അവരുടെ സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷ്വേർഡ് റിട്ടാലിയേഷൻ, അപ്പൊ അതിന്റെ സ്പോട്ട് ഫേം എന്താണ്? സമർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷ്വേർഡ് റിട്ടാലിയേഷൻ, സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷ്വേർഡ് റിട്ടാലിയേഷൻ. അപ്പൊ സമർ എന്നാണ് പേര്. അത് കൃത്യമായ രീതിയിൽ വിജയകരമായി. അപ്പൊ ഈ സമർ എന്ന് പറയുന്നതിന് ഫുൾ ഫോം എന്താണ്, അബ്രിവിയേഷൻ എന്താണ് എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കുള്ളായ ആഗോള AI ഉച്ചകോടി അല്ലെ. അപ്പൊ ആഗോള AI ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഡൽഹിയിൽ നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കേരളത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റാർട്ടപ്പ് അതാരാണ്? ജെൻ റോബോട്ടിക്സ് ആണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന സംവിധാനം, ഇതാണ് സാമൂഹിക മാറ്റത്തിനുള്ള വളരെ വലിയ വിപ്ലവകരമായ ഒരു മുന്നേറ്റം കൊണ്ടുവന്നത്. അപ്പൊ ഈ അവാർഡ് ലഭിച്ചിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഏതാണ്? AI. അപ്പൊ ഈ അവാർഡ് ലഭിച്ചിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഏതാണ്? അത് ജെൻ റോബോട്ടിക്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ഈ പറയുന്ന ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 AI സ്റ്റാർട്ടപ്പുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ജെൻ റോബോട്ടിക്സ് ഇടം നേടിയിട്ടുണ്ട്. അപ്പൊ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് GPI എന്ന് പറയും. ആ ഉച്ചകോടിയും എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു AI സ്റ്റാർട്ടപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് കേരളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്റ്റാർട്ടപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം, ഇത് സാമൂഹിക മാറ്റം, സോഷ്യൽ ചേഞ്ചിന് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അടുത്തത് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഡിസംബർ 18 ആണ് എന്ത് ചെയ്യുന്നത്? അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ ഈ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം 2023 എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഡിസംബർ 18 ആചരിക്കുന്നത്. ഈ പറയുന്ന കുടിയേറ്റക്കാർ അല്ലെങ്കിൽ അഭയാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ അത് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ബോധവൽക്കരണം, അതേപോലെയുള്ള പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നിലവിൽ പല പ്രശ്നങ്ങളുടെയും പേരിൽ, പൊളിറ്റിക്കൽ ടർബുലൻസിന്റെ പേരിൽ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ലിവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇതുപോലെയുള്ള പല സംഗതികളും തേടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോഴുള്ള കുടിയേറ്റങ്ങൾ നടക്കുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കുടിയേറ്റം എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിങ്,
അതേപോലെ തന്നെ എന്താണ് ഗ്ലോബൽ വാർമിംഗ്, അതേപോലെ തന്നെ സീ ലെവൽ റൈസ്, ഇതുപോലെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യും, വെള്ളത്തിനടിയിലായി പോകും അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്ത് ചെയ്തിരിക്കുന്നത്, മീൻസ് എല്ലാ വർഷവും നടത്തുന്നതാണ്. ഇനി വരാൻ പോകുന്ന കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ഹീറ്റ് വേവ്സ്, ഇവ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അടുത്തൊരു കാര്യം, പൗര കേന്ദ്രീകൃത സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഭഗവത് മാൻ സർക്കാർ തുഹേദേ ദ്വാർ എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബാണ്. അപ്പൊ ഭഗവന്ത് മാൻ സർക്കാർ തുഹാദേ ദ്വാർ എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചത് ഏതാണ്? പഞ്ചാബാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി കേട്ടോ, കാരണം അത്രയും ഡെപ്തിൽ ഒന്നും ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളണമെന്നില്ല. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും PM കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ്. ഇപ്പൊ മധ്യപ്രദേശ് ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്താണ്, BJP സർക്കാരിന്റെ അധീനതയിലേക്ക് വന്നിരിക്കുക അല്ലെ. ഓക്കെ, അപ്പൊ ഒരു അട്ടിമറി വിഷയം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്റ്റേറ്റുകളിലൊക്കെ നടന്നിരുന്നത് അല്ലെ. രാജസ്ഥാൻ BJPയുടെ കയ്യിലായി, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. അപ്പൊ ഇതുവരെ മറ്റു സ്റ്റേറ്റുകൾ ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ എന്താണ്, മറ്റു പാർട്ടികളൊക്കെ ഭരിച്ചിരുന്ന സ്റ്റേറ്റുകൾ വരെ ഇപ്പൊ എന്താണ്, NDAയുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അല്ലെ. വാട്ട് എവർ ഇറ്റ് മേ ബി ദ സ്ട്രാറ്റജി. അപ്പോ ഇവിടെ എല്ലാ ജില്ലകളിലും PM കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ് ആണ്. അടുത്തൊരു ഫാക്ട് ശരിക്കും പഠിച്ചു വെച്ചോ, ലോകത്തിലെ ആദ്യ 4ാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം. അപ്പൊ ഇവിടെ മറ്റു സ്റ്റേറ്റുകളൊക്കെ ഇപ്പം 4th ജനറേഷൻ ന്യൂക്ലിയർ റിയാക്ടർ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഫോർത്ത് ന്യൂക്ലിയർ അല്ലെങ്കിൽ 4th ജനറേഷൻ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഗ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്, കൂളന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റു അല്ലെങ്കിൽ 3rd ജനറേഷനിലൊക്കെ എന്താണ്, നമ്മൾ ഈ പറയുന്ന മീൻസ് കണ്ടൻസ്ഡ് വാട്ടർ ഒക്കെയാണ് കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഇപ്പൊ ചൈന നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ലിക്വിഡ് ഓക്സിജൻ, മീഥെയിൻ, ആ ഒരു മിസൈലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റോക്കറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും ആഴമേറിയ ലബോറട്ടറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറയുന്നു ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ചൈനയും US-ഉം തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഒരു എന്താ പറയാ, എല്ലാ മേഖലയിലും ഒരു യുദ്ധം, അല്ലെങ്കിൽ എന്താണ്, ഇനിയിപ്പോ US-നെ കവച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു രാജ്യം എന്ന് നമുക്ക് പറയാവുന്നത് ചൈനയാണ്. അപ്പൊ എല്ലാ മേഖലയിലും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ US-ന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, US മുൻകാലത്തെ ഒരു വളരെ വലിയൊരു ശക്തി ആയതുകൊണ്ട് US-ന് എന്തുണ്ട്, ഈ വെസ്റ്റ്, ഈ മേഖലയുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട്. അതേ സമയത്ത് ചൈനക്ക് എന്തില്ല, ആ ഒരു ആക്സസ് ഇല്ല. കാരണം വെസ്റ്റ് മൊത്തം US-നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ US-ന് എന്തുണ്ട്, ഈ വെസ്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ നോർത്തിന്റെ മേലൊരു ആധിപത്യം ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചൈനയെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് US ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പല മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, ചൈന ഒരുപാട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2025 മുതൽ വിമാനയാത്രക്കാർക്ക് ഗ്രീൻ ടാക്സ് ഈടാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്ക് ആണ്. ഓക്കെ, എന്താണ്, ഡെൻമാർക്ക് ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ ടാക്സ് ഈടാക്കാൻ, അവ വിമാനയാത്രക്കാർക്ക് ഗ്രീൻ ടാക്സ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യം. അപ്പൊ 2025 മുതലാണ് വിമാനയാത്രികർക്ക് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ ടാക്സ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഹാപ്പിനെക്സ് അല്ലെങ്കിൽ എന്താണ്, അതുപോലെയുള്ള പല പാരാമീറ്റേഴ്സിലും എന്താണ്, ഈ പറയുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസ് അല്ലെങ്കിൽ ഈ യൂറോപ്യൻ കൺട്രീസ് ഒരുപാട് മുന്നിലാണ്. 2023 ഡിസംബറിൽ വിവിധ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിക്കാം എന്ന് ധാരണാപത്രം ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ആരാണ്? ഒമാനാണ്. ഒമാന്റെ പ്രതിനിധി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 2023 ഡിസംബറിൽ ഒരുപാട് മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഗൾഫ് രാജ്യം ഏതാണ്? അഥവാ അദ്ദേഹം ഇന്ത്യയിൽ വരികയും ഒരുപാട് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേതാണ്? രാജ്യം ഒമാനാണ്. അടുത്തത്
മീൻസ് ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് 2023 ലഭിച്ചത് ആർക്കാണ്? അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ. അപ്പൊ ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് 2023. അപ്പൊ അവര് ഈ പറയുന്ന വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ഇക്വാലിറ്റിക്ക് വേണ്ടി, അവരുടെ സമത്വത്തിന് വേണ്ടി. കാരണം ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, താലിബാൻ ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു ഇക്വാലിറ്റിയോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഒരു സമത്വത്തിന് വേണ്ടിയുള്ള ഒരു സമരം നടക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം നടക്കുന്ന മറ്റൊരു രാജ്യമാണ് ഇറാൻ, അല്ലെ? ഇറാനിൽ ഒരു വനിത റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഈ സ്ട്രിക്റ്റ് ഡ്രസ് കോഡിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മരിച്ചു. അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് യൂറോപ്യൻ യൂണിയന്റെ അവാർഡ് ലഭിച്ചു. അവരെ ഫാമിലി അത് വാങ്ങാൻ എന്ത് ചെയ്തിട്ടില്ല, സർക്കാർ അനുവദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ വർഷത്തെ നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചത് ആരാണ്? ഇറാൻ ജയിലിൽ തടവിൽ കഴിയുന്ന ഒരു വനിതക്കാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം, അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ, അവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. 2023 ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ അടക്കം 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം ആരാണ്? ഇറാനാണ്. ഓക്കെ, അപ്പൊ ഇറാന് ഇന്ത്യ അടക്കം 33 രാജ്യങ്ങൾക്ക്, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾക്ക് GCC, അപ്പൊ ഇവിടെ പ്രധാനമായും ടൂറിസം പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പൊ 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയത് ആരാണ്? ഇറാനാണ്. ഓക്കെ, പഠിച്ചു വെക്കണേ. ഇറാനാണ് എന്ത് ചെയ്യുന്നത്, 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ രാജ്യം. അതേപോലെ തന്നെ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? കേരളമാണ്. ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കളായിരിക്കുന്നത് ആരാണ്? കേരളമാണ്. ദെൻ ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ അടുത്ത് അർജന്റീന നേടിയ വേൾഡ് കപ്പ്, അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു ലോകകപ്പ് നടന്നത് ഖത്തറിലായിരുന്നു. ഇനി ഒരു ലോകകപ്പ് കൂടി ഏഷ്യയിലേക്ക്, അല്ലെങ്കിൽ എന്താണ്, GCCയിലേക്ക് വരാൻ പോവാണ്. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് എവിടെയാണ്? സൗദി അറേബ്യയാണ്. ഓക്കെ, 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ആരാണ്? സൗദി അറേബ്യയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു ഫാക്ട് കൂടി പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ ഫിഫയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ആരാണ്? സൗദി അറേബ്യയാണ് അതിനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ആണ്, രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ തികയ്ക്കുന്ന 8ാമത് താരമായത് ആരാണ്? നെഥാൻ ലിയോൺ എന്ന് പറയും. അപ്പോ രാജ്യാന്തര ക്രിക്കറ്റ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടുന്ന 8ാമത് താരം ആരാണ്? നെഥാൻ ലിയോൺ എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കും, അതിനു മുമ്പുള്ള ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എന്ന് പറയുന്ന 800, അല്ലെ? 800 എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പം ഇറങ്ങിയിരുന്നല്ലോ, മുത്തയ്യ മുരളീധരൻ. അപ്പൊ മുത്തയ്യ മുരളീധരനാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ഉള്ളത്. അപ്പൊ 800 വിക്കറ്റുകൾ എന്ന് പറയുന്ന ഒരു ചരിത്രപരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആരാണ്? മുത്തയ്യ മുരളീധരനാണ്. അപ്പൊ ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള മുത്തയ്യ മുരളീധരനാണ്. ഇദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. 2ാം സ്ഥാനത്തുള്ളത് ഷെയ്ൻ വോൺ ആണ്. അദ്ദേഹം 708 വിക്കറ്റുകളാണ്. 690 വിക്കറ്റുകളുമായിട്ട് ജെയിംസ് ആൻഡേഴ്സൺ. കാരണം ഈ ലിസ്റ്റിലുള്ള അടുത്ത ഒരു ഫാസ്റ്റ് ബോളർ എന്ന് നമുക്ക് പറയാവുന്ന ആൾ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ഓക്കെ, 619 വിക്കറ്റുമായി അനിൽ കുംബ്ലെ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഇപ്പൊ ആക്റ്റീവ് കളിയിലുണ്ട്, അല്ലെ? സ്റ്റുവർട്ട് ബോർഡ് ഇംഗ്ലണ്ട് 604 വിക്കറ്റ്. ദെൻ ഗ്ലെൻ മെഗ്രോ ഓസ്ട്രേലിയ 563. അപ്പൊ ആരാണ്? കോർട്ട്നി വാൾഷ് 519. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം നിലവിലുള്ള ലിസ്റ്റുകൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ മുത്തയ്യ മുരളീധരനാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിരിക്കുന്നത്. അപ്പോ നെഥാൻ ലിയോൺ എന്ത് ചെയ്യുന്നുണ്ട്? 500 വിക്കറ്റുകൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും 8ാമത്തെ ആളെന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ ഈ ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ളത് ആരാണ്? മുത്തയ്യ മുരളീധരൻ 800 വിക്കറ്റ്. ദെൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് മരിച്ചിരിക്കുന്ന ഷെയ്ൻ വോൺ, ഇപ്പൊ IPL-ലൊക്കെ എന്താണ്, ആദ്യ ക്രിക്കറ്റ് കിരീടം നേടി രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും അതേപോലെ തന്നെ എന്തുമായിരുന്നു, അതിന്റെ പരിശീലകനൊക്കെ ആയിരുന്നു ഷെയ്ൻ വോൺ.
അദ്ദേഹമാണ് 2ാം സ്ഥാനത്തുള്ളത്, 708 മൂന്നാം സ്ഥാനത്ത് ഒരു ഫാസ്റ്റ് ബോളർ വരുന്നു, ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ദെൻ അനിൽ കുംബ്ലെ ഇന്ത്യൻ താരമാണ്, 619 വിക്കറ്റുകളാണ്. ദെൻ സ്റ്റുവർട്ട് ബ്രോഡ് ഉണ്ട്, അദ്ദേഹവും ഫാസ്റ്റ് ബോളർ ആണ്, 604 വിക്കറ്റുകളാണ്. ദെൻ ഗ്ലെൻ മെഗ്രാത്ത് ഉണ്ട്, അദ്ദേഹവും എന്താണ് ഫാസ്റ്റ് ബോളർ ആണ്. ദെൻ കോഡ്നി വാൾഷ് ഉണ്ട്, അദ്ദേഹവും എന്താണ് ഈ പറയുന്ന ഫാസ്റ്റ് ബോളർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ലിസ്റ്റിൽ 8ാമതായി വന്നിരിക്കുന്നത് ആരാണ്? നെഥാൻ ലിയോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം, രാജ്യസുരക്ഷ. ഇപ്പൊ 3 ബില്ലുകളാണ്. 3 ബില്ലുകൾ എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് വന്നിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട്. ഇപ്പൊ ബില്ല് വന്നു എന്ന് പറയുമ്പോൾ 2 സഭയും പാസ്സാക്കിയിട്ടുണ്ട്, രാഷ്ട്രപതി കൂടി എന്ത് ചെയ്താൽ മതി? ഒപ്പിട്ടാൽ മതി. അപ്പൊ ഈ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലുണ്ട് 2023. ഓക്കെ, അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ബില്ലുണ്ട്. അപ്പൊ രാജ്യസുരക്ഷ അല്ലെങ്കിൽ പൊതുസുരക്ഷ, ഇത് മീൻസ് എന്താണ്? ഇതിനെ അടിസ്ഥാനമാക്കി ഈ പോസ്റ്റലിൽ വരുന്ന എന്ത് സംഗതികളും തുറക്കാനോ അത് തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ കസ്റ്റംസിന് കൈമാറാനോ അധികാരം നൽകുന്ന പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന ബില്ലാണ് പോസ്റ്റ് ഓഫീസ് ബില്ല് 2023. അതേപോലെ തന്നെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല്. അപ്പൊ ഈ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല്, ഈ രാജ്യസുരക്ഷ ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ ഇതിലും എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? കയറി ഇടപെടാൻ പറ്റും. അപ്പൊ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. പോസ്റ്റ് ഓഫീസ് ബില്ല് 2023 എന്ന് പറഞ്ഞാൽ പൊതുസുരക്ഷ, രാജ്യസുരക്ഷ, ഇതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു സാധനം അയച്ചു, അപ്പൊ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന അധികാരം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഇത് തടഞ്ഞു വെക്കുകയോ കസ്റ്റംസിന് കൈമാറുകയോ ചെയ്യാം. പക്ഷെ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇതിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ആളുകൾക്ക് ലയബിലിറ്റി ഇല്ല, ഉത്തരവാദിത്തമില്ല. അപ്പൊ ഇതെന്താണ്? പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റിന് മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേ സംഗതി തന്നെയാണ് 2023 ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളുടെ പ്രെയർ കൺസെന്റ് ഇല്ലാതെ ഈ പറയുന്ന അഡ്വർടൈസിങ് മെസ്സേജുകൾ ഇതുപോലെയുള്ള സംഗതികളൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഈ പറയുന്ന രാജ്യസുരക്ഷയുടെ പേരിൽ എന്തും എന്ത് ചെയ്യാം? ഗവൺമെന്റിന് ഇന്റർസെപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സെക്യൂരിറ്റി അല്ലെങ്കിൽ പബ്ലിക് എമർജൻസിയുടെ സമയത്ത് എന്ത് ചെയ്യാം? ഈ പറയുന്ന എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും എന്ത് ചെയ്യാം? കേന്ദ്ര സർക്കാരിന് ഹൈജാക്ക് ചെയ്യാം. അപ്പൊ 125 വർഷം പഴക്കമുള്ള 1898 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിയമം, അതിന്റെ പരിഷ്കരണം വരുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 2023 പോസ്റ്റ് ഓഫീസ് ബില്ല് വന്നിരിക്കുന്നത്. അപ്പൊ 1898 എന്ത് ചെയ്യുന്നത്? തൊട്ടു മുമ്പത്തെ പോസ്റ്റ് ഓഫീസ് ബില്ല്, ആക്ട്, ആ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ നിയമമായിട്ടില്ല, രാഷ്ട്രപതിയുടെ അനുമതി സ്വാഭാവികമായും ലഭിക്കും. അതോടുകൂടി എന്ത് ചെയ്യും? ഇത് നിയമമായിട്ട് മാറും. അടുത്തൊരു കാര്യം, കൃത്രിം എന്ന് പറയുന്ന ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നത് ഓൺലൈൻ ടാക്സിയിലൂടെയും ഈ സ്കൂട്ടറുകളുടെയും ശ്രദ്ധേയമായ ഇന്ത്യൻ കമ്പനി ഏതാണ്? അതാരാണ്? ഓല എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഓല, അപ്പൊ കൃത്രിം എന്ന് പറയുന്ന ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നത് ഓൺലൈൻ ടാക്സിയിലൂടെയും സ്കൂട്ടറിലൂടെയും ശ്രദ്ധേയമായ ഒരു ഇന്ത്യൻ കമ്പനി ഏതാണ്? ഓല എന്ന് പറയും. അടുത്തൊരു ഫാക്ട്, ഇടശ്ശേരി സ്മാരക സമിതി 2023 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? VM ദേവദാസിനാണ് എന്ത് ചെയ്യുന്നത്? 2023 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 2023 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? VM ദേവദാസ് എന്ന് പറയും. ഓക്കെ, അടുത്തൊരു കാര്യം, 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ അത് കണ്ടെത്തിയത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ 1800-ലധികം വർഷങ്ങൾ പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അതേപോലെ തന്നെ കേരളത്തിലെ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പൊ കേരളത്തിന്റെ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി അതെവിടെയാണ്? തിരുവനന്തപുരം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കേരളം ഹോസ്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേദിയാകുന്നത് എവിടെ തന്നെയായിരിക്കും?
അത് ഈ പറയുന്ന ട്രിവാൻഡ്രം ആയിരിക്കും അല്ലെ. ഓക്കെ, അടുത്തൊരു കാര്യം, അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് വിൻസൻ കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ ആണ്. ഓക്കെ, അപ്പൊ അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് വിൻസൻ കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ. അപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെ. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് നൽകുന്നത് അല്ലെ. അപ്പൊ ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യ മലയാളി. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്? സർവേദ് മഹാമന്ദിർ എന്ന് പറയും. ഉത്തർപ്രദേശ് എവിടെയാണ്? വാരാണസിയിലാണ്. അപ്പൊ സർവേദ് എന്ന് പറയുന്നത് ആ ധ്യാനിയുടെ മഹാരാജാവ് അല്ലെങ്കിൽ സദ്ഗുരു മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേരിൽ നിന്നാണ് സർവേദ് എന്ന് പറയുന്ന പേര് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പരിപൂർണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? വിസാറ്റ് എന്ന് പറയും അല്ലെ. അപ്പൊ പരിപൂർണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയാൻ പറ്റുന്നത് എന്താണ്? വിസാറ്റ് ആണ്. അടുത്തൊരു കാര്യം, ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കും വേണ്ടി ഏറ്റവും അധികം ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, അവ ഏറ്റവും അപ്പം റണ്ണിങ് വാട്ടർ അല്ലാതെ ദൈനംദിന ആവശ്യങ്ങൾ, കൃഷി, ഇവയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതാണല്ലോ ഭൂഗർഭജലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതി, നമ്മൾ കൂടുതൽ വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള കൃഷിയാണ് അല്ലെ. വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കൃഷികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കും വേണ്ടി ഏറ്റവും അധികം ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഇന്ത്യയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, സൂറത്ത് ഡയമണ്ട് ബോയ്സ്, ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലെ. അപ്പൊ ഈ ഗുജറാത്തിലെ ഏറ്റവും വലിയ ആധുനിക കേന്ദ്രം എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? സൂറത്ത് ഡയമണ്ട് ബോയ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പറയുന്നതാണ് എന്ത് ചെയ്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം. അപ്പൊ ഇതിനു മുമ്പ് ആരായിരുന്നു? പെന്റഗൺ ആയിരുന്നു അല്ലെ. അപ്പൊ പെന്റഗണേക്കാൾ കുറച്ച് സ്ക്വയർ കിലോമീറ്റർ കൂടുതലാണ് എന്ത്, ഈ പറയുന്ന സൂറത്ത്. അതേപോലെ തന്നെ ആയിരുന്നല്ലോ നമ്മളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെ. അടുത്തത്, ഈജിപ്തിൽ 3-ാം തവണയും ഭരണ തുടർച്ച നേടിയ പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ ഫത്താഹ് അൽ സിസി എന്ന് പറയും. അപ്പൊ ഈജിപ്തിൽ 3-ാം തവണയും ഭരണ തുടർച്ച നേടിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുൽ ഫത്താഹ് അൽ സിസി എന്ന് പറയും. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡറായി നിയമിതനാകുന്നത് ആരാണ്? റിയുവൻ അസർ എന്ന് പറയും. ഓക്കെ, ആരാണ്? റിയുവൻ അസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയിലേക്ക് പുതിയ ഇസ്രായേൽ അംബാസിഡറായി വരുന്നത്. ഇപ്പം അടുത്തൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേല് പലസ്തീനിയൻ അല്ലെങ്കിൽ പലസ്തീനിയൻ തൊഴിലാളികളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷത്തോളം തൊഴിലാളികളെ അങ്ങോട്ട് എന്താണ് റിക്രൂട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. ഇന്ത്യ അതിന്റെ കൃത്യമായ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം സ്വാഭാവികമായും ഈ ഒരു കാര്യം വരുമ്പോൾ GCCയുമായിട്ടുള്ള നമ്മളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ ചെറിയ ഉലച്ചിലുകൾ വരാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. 2024 ബുക്കർ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? നിതിൻ സാഹ്നിയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ ഈ ബുക്കർ പ്രൈസ് സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കുന്ന ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ടത് ആരാണ്? നിതിൻ സാഹ്നിയാണ്. അതേപോലെ തന്നെ 2023 ഡിസംബറിൽ നടന്ന UAE പരാജയപ്പെടുത്തിക്കൊണ്ട് അണ്ടർ ഏഷ്യ കപ്പ് ജേതാക്കളായത് ആരാണ്? ബംഗ്ലാദേശ് ആണ്. ഓക്കെ, അണ്ടർ 19 ഏഷ്യ കപ്പ് ജേതാക്കളായത് ആരാണ്? ബംഗ്ലാദേശ് ആണ്. ആരെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്? UAE പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബംഗ്ലാദേശ് അണ്ടർ 19 ഏഷ്യ കപ്പ് നേടിയിരിക്കുന്നത്. അടുത്തൊരു കാര്യം, കാഴ്ച പരിമിതരായ ആളുകൾ, അപ്പൊ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്രെയിലി ലിപി സാക്ഷരത നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പൊ എല്ലാ ആളുകൾക്കും, കണ്ണ് കാണാത്ത എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണമെന്നില്ല, ഈ പറയുന്ന ബ്രെയിലി ലിപി പഠിച്ചുകൊള്ളണമെന്നില്ല. ഈ പറയുന്നതാണ് ബ്രെയിലി ലിപി. കാരണം എന്ത് ചെയ്യും,
അവര് ഓപ്പോസിറ്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു പെന്ന് കൊണ്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ അടയാളങ്ങൾ മറുവശത്ത് കാണും അല്ലെ. അപ്പൊ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, അവര് എഴുതി വായിക്കുന്നത്. കാരണം അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, അല്ലെങ്കിൽ അവർ കേട്ട് പഠിക്കണം. അപ്പൊ ഈ പറയുന്ന ബ്രെയിലി ലിപി, ആ സാക്ഷരത നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്, ദീപ്തി എന്ന് പറയും അല്ലെ. അന്ധരായ ആളുകൾക്ക് ഈ പറയുന്ന മീൻസ് ബ്രെയിലി ലിപി സാക്ഷരത നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്, ദീപ്തി. അപ്പോ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ദീപ്തി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കണ്ണ് കാണുന്നില്ല. അപ്പൊ അവളെ എന്ത് ചെയ്യണം, ബ്രെയിലി ലിപി പഠിപ്പിക്കണ്ടേ. അപ്പൊ ബ്രെയിലി ലിപി ആരെയാ പഠിപ്പിക്കേണ്ടത്, ദീപ്തി അല്ലെ. ഓക്കെ, അപ്പൊ ബ്രെയിലി ലിപി ദീപ്തി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രെയിലി ലിപിയിൽ സാക്ഷരത നേടുന്നതുമായി ബന്ധപ്പെട്ടത്. അടുത്ത കാര്യം, ഈ പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആയി ഔദ്യോഗികമായി ചുമതലയേറ്റ IPS ഓഫീസർ ആരാണ്, മഹേശ്വർ ദയാൽ എന്ന് പറയും. അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്. അപ്പൊ നമ്മളിപ്പോ ജയിലിൽ നിന്നൊന്നും പറയാറില്ലല്ലോ, എന്താണ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് എന്നല്ലേ പറയാം. അപ്പൊ അതിന്റെ എന്താണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്, മഹേശ്വർ ദയാൽ. ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. 2023 ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേരെന്താണ്, മാതൃകം. ഓക്കെ, അപ്പൊ 2023 മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ, ഏത് ജില്ലയാണ്, മലപ്പുറം. ഓക്കെ, അപ്പൊ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ്, മലപ്പുറത്തല്ലേ. ഓക്കെ, അപ്പൊ ഏറ്റവും മീൻസ് കേരള കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിൻ ഏതാണ്, മാതൃകം. മലപ്പുറം മാതൃകം, മലപ്പുറം മാതൃകം കുടുംബശ്രീ ഒന്ന് പഠിച്ചു നോക്കിയേ. അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് സെക്യൂരിറ്റി പോർട്ട് സെക്യൂരിറ്റി അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ. അപ്പൊ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അവര് നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അംഗീകാരം ലഭിച്ച 2 തുറമുഖങ്ങൾ ഏതൊക്കെയാണ്, വിഴിഞ്ഞവും കൊല്ലവുമാണ്. ഓക്കെ, പഠിച്ചു വെച്ചല്ലോ. അപ്പൊ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഈ പറയുന്ന സെക്യൂരിറ്റി അംഗീകാരം ലഭിച്ച 2 പോർട്ടുകൾ, ഇപ്പൊ വിഴിഞ്ഞം ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഷിപ്പുകളൊക്കെ വന്നു തുടങ്ങിയല്ലോ. അടുത്തൊരു കാര്യം, 2024 ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യത പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്, ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറയും അല്ലെ. ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറയുന്ന ചിത്രമാണ് 2024 ഓസ്കാർ അവാർഡിലേക്കുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അന്താരാഷ്ട്ര ഗീതാ മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻകർ ആണ്. കുരുക്ഷേത്ര ഹരിയാനയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്താരാഷ്ട്ര ഗീതാ മഹോത്സവം എവിടെയാണ്, അത് കുരുക്ഷേത്ര ഹരിയാനയിലാണ്. ജസ്റ്റ് ആ കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായവുമായി അല്ലെങ്കിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം, അപ്പൊ ഈ പറയുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്താണ്, IKS വിക്കി എന്ന് പറയും. അപ്പൊ IKS വിക്കി എന്ന് പറയുന്നതാണ് എന്ത്, ഭാരതീയ വിജ്ഞാനം അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ നോളജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്താണ്, IKS, ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഓക്കെ ആണല്ലോ, ഇന്ത്യൻ നോളജ് സിസ്റ്റം വിക്കി. അപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ സംവിധാനം. ഇപ്പം വിക്കിപീഡിയ എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ IKS, ഇന്ത്യൻ നോളജ് സിസ്റ്റം വിക്കി എന്ന് പറയും. അടുത്തിടെ ലോകാരോഗ്യ സംഘടന അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ രോഗമായി NTD എന്ന് പറയും, നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് അല്ലെ. ഓക്കെ, അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ രോഗങ്ങളുടെ പട്ടികയിൽ വായയും മുഖത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ആ രോഗം എന്താണ്, നോമ എന്ന് പറയും. ഓക്കെ, എന്താണ് നോമ എന്നാണ് രോഗത്തിന്റെ പേര്. അപ്പൊ ഈയിടെയാണ് എന്ത് ചെയ്യുന്നത്, ലോകാരോഗ്യ സംഘടന ഉഷ്ണമേഖലാ രോഗങ്ങളുടെ അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ രോഗങ്ങളുടെ പട്ടികയിൽ എന്ത് ചെയ്യുന്നത്,
ഈ വായയെയും മുഖത്തെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗത്തെ ചേർത്തിരിക്കുന്നത്. അതിന്റെ പേരെന്താണ്? നോമ എന്ന് പറയും. ഓക്കെ, ലോകത്തിൽ ആദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോസ്മോസ് എഞ്ചിൻ എന്ന റോക്കറ്റ് പരീക്ഷിച്ചത് ആരാണ്? ജപ്പാൻ. അപ്പൊ ലോകത്തിൽ ആദ്യമായി എന്ത് ചെയ്യുന്നത്? ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോസ്മോസ് എഞ്ചിൻ എന്ന് പറയുന്ന റോക്കറ്റ് പരീക്ഷിച്ചത് അത് ഏത് രാജ്യമാണ്? ജപ്പാനാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ചൈനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ജപ്പാനെയും പറഞ്ഞിരിക്കുന്നു. അടുത്തത് ഈ പറയുന്ന റീസെന്റ് ആയി നടന്ന IPL ഓപ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിതയാണ് മല്ലിക സാഗറാണ്. മല്ലിക സാഗറാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ 2023 ഡിസംബറിൽ നടന്ന ഡിസംബർ 19-നാണ് നടന്നത് ആ പറയുന്ന IPL ഓപ്ഷൻ അഥവാ 2024 IPL-ലേക്കുള്ള ഓപ്ഷൻ അത് നിയന്ത്രിച്ച വനിതയാരാണ്? മല്ലിക സാഗർ. അപ്പൊ ഈ മല്ലിക സാഗറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു വനിത താരലേലം എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. അപ്പൊ മല്ലിക സാഗറാണ്. പേര് പഠിച്ചു വെച്ചോ, മല്ലിക സാഗറാണ് ചരിത്രത്തിൽ ആദ്യമായി IPL താരലേലം നടത്തിയ വനിത. IPL ചരിത്രത്തിലെ അല്ലെങ്കിൽ IPL ഓപ്ഷൻ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമാരാണ്? മിച്ചൽ സ്റ്റാർക്ക് ആണ്. 24.75 20 കോടിക്ക് മുകളിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോ 2023 വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ ആയിരുന്ന പാറ്റ് കമ്മിൻസ്, എനിക്ക് തോന്നുന്നു 20 കോടി 5 ലക്ഷമായിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 20 കോടി 5 ലക്ഷം അപ്പൊ ആദ്യമായിട്ടാണ് ഒരു താരം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 20 കോടി 5 ലക്ഷം എന്ന് പറയുന്ന ഒരു നേട്ടം കൈവരിച്ചത്. മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യുന്നു? മിച്ചൽ സ്റ്റാർക്ക് ആ പറയുന്ന നേട്ടവും മറികടന്നുകൊണ്ട് 24.75 കോടി എന്ന് പറയുന്ന വളരെ വലിയ ഒരു തുക അഥവാ IPL ചരിത്രം 2024 എന്നല്ല, IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക എന്ന് പറയുന്നത് എന്താണ്? മിച്ചൽ സ്റ്റാർക്ക് 24.75. അതേപോലെ തന്നെ പാറ്റ് കമ്മിൻസ്, കാരണം ഇദ്ദേഹം എന്താണ്? ഈ പറയുന്ന 2023 വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിലെ അംഗമാണ്. വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? പാറ്റ് കമ്മിൻസ്. അദ്ദേഹത്തിന് എന്താണ്? 20.5 കോടിക്കാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ വാങ്ങിയിരിക്കുന്നത്. മിച്ചൽ സ്റ്റാർക്കിനെ വാങ്ങിയിരിക്കുന്നത് KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അതേസമയത്ത് പാറ്റ് കമ്മിൻസിനെ വാങ്ങിയിരിക്കുന്നത് ആരാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്, SRH ആണ്. ഓക്കെ, അതേപോലെ തന്നെ IPL 2024 താരലേലത്തിൽ വില കൂടിയ ഇന്ത്യൻ താരം 2024 മാത്രമാണ് ഹർഷൽ പട്ടേൽ ആണ്. 11.75 കോടിക്കാണ് എന്ത് ചെയ്യുന്നത്? ഹർഷൽ പട്ടേലിനെ എന്ത് ചെയ്യുന്നത്? മീൻസ് ലേലം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഫാക്ടുകൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, നേരത്തെ നമ്മൾ ഒരു ബില്ലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ? ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് പറഞ്ഞു, അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ബില്ല് പറഞ്ഞു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് ഭാരതീയ ന്യായ സംഹിത ബിൽ. അപ്പൊ ഭാരതീയ ന്യായ സംഹിത ബിൽ എന്നായിരുന്നു പേര്. ഇതെന്ത് ചെയ്തു? ഇപ്പൊ റീസെന്റ് ആയിട്ട് കേന്ദ്ര സർക്കാർ ആ ബില്ല് പിൻവലിക്കുകയും അതിന്റെ രണ്ടാമത് ഫ്രഷ് ബില്ലായി അവതരിപ്പിച്ചു. അതിന്റെ പേരെന്താണ്? ഭാരതീയ ന്യായ സെക്കൻഡ് സംഹിത ബിൽ എന്നാണ് പറയുന്നത് അല്ലെ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മെഡിക്കൽ നെഗ്ലിജൻസ് ഡീക്രിമിനലൈസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇപ്പൊ സാധാരണ രീതിയിൽ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 304A പ്രകാരം ഒരു ഡോക്ടറുടെ പരിചരണത്തിൽ രോഗികളുടെ മരണം ക്രിമിനൽ അശ്രദ്ധയായി എന്ത് ചെയ്യുന്നുണ്ട്? തരം തിരിച്ചിരിക്കുന്നു. അപ്പൊ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയും. അപ്പൊ അതിന്റെ മുമ്പത്തെ ശിക്ഷ 5 വർഷമായിരുന്നു, അത് 2 വർഷമാക്കി എന്ത് ചെയ്തിട്ടുണ്ട്? ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ ഭാരതീയ ന്യായ സെക്കൻഡ് സംഹിത എന്ന് പറയും അല്ലെ. അതൊരു പുതിയ ബില്ലാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മെഡിക്കൽ നെഗ്ലിജൻസ് ഡീക്രിമിനലൈസിംഗ് എന്ന് പറയുന്നതാണ്. വളരെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, മീൻസ് ടെററിസം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ കുറച്ചുകൂടി വ്യാപകമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളുണ്ട്. അപ്പൊ പുതിയ ക്രിമിനൽ നിയമ ബില്ലിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഡീക്രിമിനലൈസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ISROയുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ദൗത്യത്തിന് ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ISROയുടെ ചന്ദ്രയാൻ 3. അപ്പൊ ചന്ദ്രയാൻ 3 എന്ന് പറയുമ്പോൾ എന്താണ്? ചന്ദ്രയാൻ 3 എന്ന് പറയുമ്പോൾ നമ്മൾ ജൂലൈ 14 ഇവിടുന്ന് വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 23 വളരെ കൃത്യമായ രീതിയിൽ
ചന്ദ്രന്റെ സൗത്ത് പോളിൽ എന്ത് ചെയ്തു? സോഫ്റ്റ് ലാൻഡ് ചെയ്തു. അപ്പൊ ഈ സോഫ്റ്റ് ലാൻഡ്, സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ. അതേപോലെ തന്നെ മീൻസ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് അല്ലെ ആ ഒരു എലൈറ്റ് പട്ടികയിൽ. അപ്പൊ ഈ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന നേട്ടത്തിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് എന്ന് പറയുന്ന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ISROയുടെ വളരെ വിപ്ലവകരമായ, കാരണം വളരെ ചീപ്പായിട്ടുള്ള കോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഇത്തരത്തിലുള്ള വളരെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ISROയെ പ്രതിനിധീകരിച്ച് അംബാസഡറായ ബാലസുബ്രഹ്മണ്യൻ ശ്യാമാണ് എന്ത് ചെയ്തത്? സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയത്ത് ഇവിടെ ഈ പറയുന്ന ലൂണാർ മീൻസ് എന്താണ്? ഈ എറിക്സൺ എന്ന് പറയുന്നത് ഐക്കോണിക് നോർസ് പര്യവേക്ഷകനായ ലീഫ് എറിക്സൺ. അപ്പൊ ഇദ്ദേഹം എന്താണ്? ഒരു പര്യവേക്ഷകനാണ്. നമ്മളെ ഈ പറയുന്ന മീൻസ് കൊളംബസ് ഇദ്ദേഹത്തിനൊക്കെ മുമ്പേ ഈ പറയുന്ന പര്യവേക്ഷണം നടത്തിയ ഒരാളാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നോർസ്, അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ലീഫ് എറിക്സൺ, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ അവാർഡ് നൽകുന്നത്. ആരാണ് നൽകുന്നത്? ഐസ്ലാൻഡിലെ ഹുസാവിക്കിലുള്ള പര്യവേക്ഷണ മ്യൂസിയമാണ് എന്ത് ചെയ്യുന്നത്? ഈ അവാർഡ് നൽകുന്നത്. അപ്പൊ ചന്ദ്ര പര്യവേക്ഷണ മേഖലയിൽ പുരോഗതി കൈവരിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് എന്ത് ചെയ്യുന്നത്? ഈ അവാർഡ് നൽകുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. കുട്ടികൾക്കെതിരായുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം ഇത് തടയുന്നതിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? ശരണബാല്യം എന്ന് പറയും. അപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുക, ബാലവേല, അതേപോലെ തന്നെ ബാലവിവാഹം ഇതൊക്കെ തടയുന്നതിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? ശരണബാല്യം എന്ന് പറയും. അപ്പൊ ബാല്യം അവരെ കൃത്യമായ രീതിയിൽ കൊണ്ടുവരിക. മറവി രോഗം മുൻകൂട്ടി കണ്ടെത്താനും ഓർമ്മ മെച്ചപ്പെടുത്താനുമായി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് എന്നാണ്? ഈസ് ഡിമെൻഷ്യ എന്ന് പറയും അല്ലെ. നമ്മൾക്ക് മീൻസ് അൽഷിമേഴ്സ് ഒക്കെ അല്ലേ മറവി രോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈസ് ഡിമെൻഷ്യ എന്ന് പറയും. അപ്പൊ മറവി രോഗം പെട്ടെന്ന് കണ്ടെത്തുകയും ഓർമ്മ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ആണ് എന്ത്? ഈസ് ഡിമെൻഷ്യ എന്ന് പറയും. അടുത്തൊരു കാര്യം, പ്രഥമ ഒഡിയ ലോക ഒഡിയ ഭാഷാ സമ്മേളനം എവിടെയാണ്? ഭുവനേശ്വറിലാണ്. ഓക്കെ, അപ്പൊ ഭുവനേശ്വർ, ഒഡീഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനം അത് നടക്കുന്നത് എവിടെയാണ്? ഭുവനേശ്വറിലാണ്. ഓക്കെ, രാജ്യത്തിൽ ഉടനീളമുള്ള ജിയോസ്പാഷ്യൽ വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും പങ്കിടുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ആരംഭിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് NGDR പോർട്ടൽ എന്ന് പറയും. എന്താണ് NGDR പോർട്ടൽ? അപ്പൊ ജിയോസ്പാഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ അത് ആക്സസ് ചെയ്യാന്, അത് ഷെയർ ചെയ്യാന്, അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്ത്? ഈ പറയുന്ന NGDR പോർട്ടൽ എന്ന് പറയുന്നത്. US ചരിത്രത്തിൽ ആദ്യമായി വിലക്കേർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പൊ ഡൊണാൾഡ് ട്രംപിന് എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യമായി US പ്രസിഡന്റ് സെലക്ഷനിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ആദ്യത്തെ സ്ഥാനാർത്ഥി ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ IPL T20 ലീഗ് അല്ലേ, ഇപ്പൊ അബുദാബി ഒരു T10 ലീഗ് ഉണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ലീഗ് ഏതാണ്? ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് എന്ന് പറയും അല്ലെ. അപ്പൊ ഈ പറയുന്ന സ്ട്രീറ്റ് അല്ലെ, നമ്മുടെ തെരുവുകളിലൊക്കെ അല്ലേ കളിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് എന്ന് പറയും. അതെന്താണ്? T10 ക്രിക്കറ്റ് ലീഗ് ആണ്. അപ്പൊ ആദ്യ ടെന്നീസ് ബോൾ T10 ക്രിക്കറ്റ് ലീഗ് ആണ്. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കണം. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ആരാണ്? മുരളി ശ്രീശങ്കർ എന്ന് പറയും. അപ്പൊ 2023 അർജുന അവാർഡ് ആർക്കാണ്? അർജുന അവാർഡ് പഠിച്ചു വെക്കണേ, മുരളി ശ്രീശങ്കർ ആണ്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. 2023 അർജുന അവാർഡ്. അതേപോലെ തന്നെ 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാരാണ്? കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യയുടെ ജൈത്രയാത്ര 2023 വേൾഡ് കപ്പ് ഫൈനൽ വരെ തുടർന്നപ്പോൾ അതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് ഷമി എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ കളികളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ വിക്കറ്റ് എന്ന് പറയുന്ന നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ 2023 അർജുന അവാർഡ് ലഭിച്ചിരിക്കുന്ന മറ്റൊരു താരമാരാണ്? മുഹമ്മദ് ഷമിയാണ്, ക്രിക്കറ്റ്. അതേസമയത്ത് ലോങ് ജമ്പ് താരം കേരള മലയാളി താരമാരാണ്? മുരളി ശ്രീശങ്കറാണ്. ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഇ ഭാസ്കരൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇ ഭാസ്കരൻ ആണ് എന്ത് ചെയ്യുന്നത്? ദ്രോണാചാര്യ പുരസ്കാരം അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ത് ചെയ്യുന്നത്? പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ദെൻ ധ്യാൻചന്ദ് ഖേൽ രത്ന 2023 അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി എന്ന് പറയും, സ്വാതിക് സായി എന്ന് പറയും. അപ്പൊ ഇവരെന്താണ്? ബാഡ്മിന്റൺ താരങ്ങളാണ്. അപ്പൊ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. അപ്പൊ ഈ പറഞ്ഞ ഫാക്ടുകളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. അടുത്തൊരു കാര്യം, ഡിസംബർ 22 പ്രത്യേകത എന്താണ്? ദേശീയ ഗണിത ദിനമാണല്ലേ. ഓക്കെ, അപ്പൊ ദേശീയ ഗണിത ദിനം അത് ആരംഭിച്ചിരിക്കുന്നത് 2012 അന്നത്തെ മൻമോഹൻ സിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? രാമാനുജൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ത് ചെയ്യാൻ തീരുമാനിച്ചത്? ദേശീയ ഗണിത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഏകദേശം 3500ഓളം മാത്സ് തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ട്? സിദ്ധാന്തങ്ങൾ ഇദ്ദേഹം മാത്സിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡിസംബർ 22 എന്ത് ചെയ്യുന്നത്? ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത്. 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഈറോഡിലാണ് എന്ത് ചെയ്യുന്നത്? രാമാനുജൻ ജനിച്ചിരിക്കുന്നത്. രാമാനുജന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട്, സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്നില്ല. അടുത്തൊരു കാര്യം, ഇന്ത്യൻ സ്കിൽസ് റിപ്പോർട്ട് പ്രകാരം പഠനം പൂർത്തിയാക്കി തൊഴിൽ രംഗത്ത് ഇറങ്ങുന്ന ഏറ്റവും കൂടുതൽ യുവാക്കൾ ലിംഗഭേദമന്യേ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം. അപ്പൊ ഈ പറയുന്ന സ്കിൽ റിപ്പോർട്ട് പ്രകാരം പഠനം കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ യുവാക്കൾ ഇഷ്ടപ്പെടുന്ന, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇഷ്ടപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? കേരളയാണ്. അപ്പൊ വിദ്യാഭ്യാസം നേടിയാൽ ആളുകൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം എവിടെയാണ്? കേരളത്തിലാണ്. കേരള ശാസ്ത്ര സാഹിത്യ അവാർഡ് 2023 ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ബി ഇക്ബാൽ ആണ്. കൃതി മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ഈ പറയുന്ന പുസ്തകത്തിന് ബി ഇക്ബാലിനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 2023 ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? ബി ഇക്ബാലാണ്. കൃതി ഏതാണ്? ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. അപ്പൊ പട്ടിക വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ മുക്തരാക്കി മാറ്റുന്നതിന് വേണ്ടി അക്ഷയജ്യോതി എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത് ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ഓക്കെ, 2023 ഡിസംബറിൽ അന്തരിച്ച ഇടക്ക വിദ്വാൻ ആരാണ്? തിച്ചൂർ മോഹനൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ തിച്ചൂർ മോഹനൻ, അതേപോലെ തന്നെ എന്താണ്? ബി ഇക്ബാൽ. ഈ പറയുന്ന രണ്ട് പേരുകളൊന്ന് ഓർത്തു വെക്കാം. അതേപോലെ തന്നെ രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കന്യാകുമാരിയാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കന്യാകുമാരിയാണ്. ഓക്കെ, പേര് പഠിച്ചു വെക്കണേ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ്? പ്രമോദ് അഗർവാൾ ആണ്. ആരാണ്? ഈ പറയുന്ന സെബി, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെബി അല്ല, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത്. ദെൻ 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി വരുന്നത് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. അപ്പൊ ഇതിനു മുമ്പ് 6 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? 6ാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രഞ്ച് ഹെഡ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ വിശിഷ്ടാതിഥിയാകുന്നത്. മാക്രോൺ ആദ്യമൊന്നുമല്ല. ഓക്കെ, അപ്പൊ 2024 ബൈഡൻ ആയിരുന്നു എന്ത് ചെയ്തത്? വരാൻ തീരുമാനിച്ചിരുന്നത്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ജനുവരി 27 നമ്മൾ ഈ പറയുന്ന ക്വാഡ് സമ്മിറ്റ് നടത്തും എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ, അതേപോലെ തന്നെ ഓസ്ട്രേലിയ, ജപ്പാൻ, US അല്ലെ. അപ്പൊ ഈ പറയുന്ന 4 രാജ്യങ്ങൾ കൂടിയുള്ള കൂട്ടായ്മയുടെ പേരാണ് ക്വാഡ്. അപ്പൊ ഈ ക്വാഡ് ജനുവരി 27 നടത്തുകയാണെങ്കിൽ അന്ന് എന്ത് ചെയ്തിരുന്നു? ഓസ്ട്രേലിയയും അതേപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു? ജപ്പാനും അതിന് സന്നദ്ധത അറിയിച്ചിരുന്നു. അങ്ങനെ ജനുവരി 27 ക്വാഡ് സമ്മിറ്റ് നടക്കുകയാണെങ്കിൽ ജനുവരി 26 വിശിഷ്ടാതിഥിയായി ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഈ പറയുന്ന 3 ആളുകളെയും, അഥവാ ക്വാഡ് സമ്മിറ്റ് നേതാക്കള് 3 ആളുകളെയും എന്ത് ചെയ്യുക?
ഈ പറയുന്ന വിശിഷ്ടാതിഥിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നത്. അത് പ്രായോഗികമല്ലാതെ വന്നപ്പോൾ ജനുവരി 26-ന് ബൈഡൻ വരും എന്ന് തീരുമാനിച്ചു. പക്ഷെ എന്ത് ചെയ്തു, ജനുവരി 27-നേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ പറയുന്ന ക്വാഡ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഓസ്ട്രേലിയക്ക് ജനുവരി 26 തന്നെയാണ് നാഷണൽ ഡേ. അതേ ദിവസം തന്നെ ജപ്പാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ജനുവരി 27-ന് ക്വാഡ് സമ്മിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 2024 എന്ന് പറയുമ്പോൾ US-ലും ഇലക്ഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് 2 തവണ ഇന്ത്യയിൽ വന്നു പോകുക എന്ന് പറയുന്ന പ്രായോഗിക ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ പന്നൂൻ വധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇപ്പം ആരാണ് 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി വരാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇമ്മാനുവൽ മക്രോണാണ്. 5G ഡൗൺലോഡ് വേഗത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ആരാണ്? UAE ആണ് എന്ത് ചെയ്യുന്നത്, 5G ഡൗൺലോഡിൽ ഏറ്റവും മുന്നിലുള്ളത്. അടുത്തൊരു കാര്യം, 2023 ഡിസംബറിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ ഏതാണ്? MV ന്യൂവൻ എന്ന് പറയും. അപ്പൊ 2023 ഡിസംബറിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരൽ കപ്പൽ ഏതാണ്? MV ന്യൂവൻ എന്ന് പറയും. അടുത്തൊരു ഫാക്ട് പഠിച്ചു വെക്കണേ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഓക്കെ, അപ്പൊ സഞ്ജു സാംസൺ. ഓക്കെ, ഇതിന്റെ ഒരു ഫാക്ട് നമുക്ക് ശേഷം പറയാം. IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാരാണ്? റോബിൻ മിൻസ് എന്ന് പറയും. ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ വിളിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദ്യ ആദിവാസി താരം അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാരാണ്? റോബിൻ മിൻസ്. ഈ പറയുന്ന ഒരു ഫാക്ട് പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, അവ യുനെസ്കോ എന്ന് പറയും അല്ലെ. അപ്പൊ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് മേഖലയിലെ സാംസ്കാരിക പൈതൃക സംസ്കരണത്തിന് നൽകിയ അല്ലെങ്കിൽ സംരക്ഷണത്തിന് നൽകിയ മികച്ച സംഭാവനകൾക്ക് 4 ഇന്ത്യൻ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് മേഖലയിലെ സാംസ്കാരിക പൈതൃക സംരക്ഷണം, അതിൽ ഇന്ത്യയിൽ നിന്ന് 4 പദ്ധതികൾ വന്നു. ഒന്ന് പഞ്ചാബിലെ അമൃത്സറിലെ രാംബാഗ് ഗേറ്റിന്റെയും അതേപോലെ തന്നെ രാംപാർട്ടിന്റെയും ശക്തമായ നഗര പുനരുജ്ജീവന പദ്ധതിക്ക് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ചു. എന്താണ്? പഞ്ചാബിലെ അമൃത്സറിലെ രാംബാഗ് ഗേറ്റിന്റെയും രാംപാർട്ടിന്റെയും നഗര പുനരുജ്ജീവന പദ്ധതിക്ക് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ചു. പഠിച്ചു വെക്കണേ. അതേപോലെ തന്നെ എന്താണ്, മീൻസ് ഈ പറയുന്ന പദ്ധതി എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റിക്ക് പ്രയോജനം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്ന പ്രൊജക്ടിന്റെ ഉൾപ്പെടുത്തലിനും പ്രവചനക്ഷമതയ്ക്കും എന്ത് ചെയ്യുന്നു, ജൂറി പ്രശംസ നൽകിയിട്ടുണ്ട്. ഹരിയാനയിലെ ചർച്ച് ഓഫ് എപ്പിഫാനിയും ഡൽഹിയിലെ ബിക്കാനീർ ഹൗസും അവയുടെ മാതൃകാപരമായ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അവാർഡ് ഓഫ് മെറിറ്റ്. അപ്പൊ 2 കാര്യങ്ങളാണ് ഉള്ളത്. അവാർഡ് ഓഫ് എക്സലൻസ് ആർക്കാണ്? അമൃത്സറിലെ രാംബാഗ് ഗേറ്റ് രാംപാർട്ട് ഇതിന്റെ നഗര പുനരുജ്ജീവന മീൻസ് എന്താണ്, റിജുനേഷൻ പദ്ധതി. അതേപോലെ തന്നെ എന്താണ്, അവാർഡ് ഓഫ് മെറിറ്റ് ആർക്കാണ്? ഹരിയാനയിലെ ചർച്ച് ഓഫ് എപ്പിഫാനി, ഡൽഹിയിലെ ബിക്കാനീർ ഹൗസ്. അടുത്തൊരു കാര്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഇത് സൗത്ത് ആഫ്രിക്കക്കെതിരെ ആയിരുന്നു. സൗത്ത് ആഫ്രിക്കക്കെതിരെ എന്ത് ചെയ്തു, T20-യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 1-1 ഇന്ത്യ സമനിലയായിരുന്നു സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ. അതേ സമയത്ത് ഏകദിനം 1-1 എന്തായിരുന്നു, സമനിലയിലായിരുന്നു. അവസാന ഏകദിനത്തിൽ വളരെ നിർണായകമായത് എന്താണ്, സഞ്ജു സാംസന്റെ സെഞ്ചുറി എന്ന് തന്നെ നമ്മൾക്ക് പറയാം. അദ്ദേഹത്തിന് വളരെ പ്രാഗൽഭ്യമേറിയ ഒരു കളിയുടെ അല്ലെങ്കിൽ ആ സെഞ്ചുറിയുടെ പിൻബലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് വളരെ വലിയ ഒരു 296 എന്ന് പറയുന്ന സ്കോർ ഹോസ്റ്റ് ചെയ്യാൻ സാധിച്ചതും ആതിഥേയരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, നിർണായകമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ജയം സ്വന്തമാക്കാനും സാധിച്ചത്. ഓക്കെ, അപ്പൊ അതിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു തവണ കൂടി എന്ത് ചെയ്യുന്നു, സൗത്ത് ആഫ്രിക്കയെ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദിനത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 23 കിസാൻ ദിവസ് എന്ന് പറയുന്നത് അല്ലെ. ഈ കിസാൻ ദിവസ് എന്ന് പറയുന്നത് ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ പറയുന്ന
കർഷക ദിനം എന്ന് പറയുന്നത് ഡിസംബർ 23 അത് ആരുടെ ജന്മദിനം? ഇപ്പൊ ദേശീയ ഗണിത ദിനം നമ്മൾ പറഞ്ഞു രാമാനുജന്റേതാണ്. ഓക്കെ, അപ്പൊ അതേപോലെ ആരുടെ ജന്മദിനമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന തരത്തിൽ എന്തായി ആചരിക്കുന്നത്? കർഷക ദിനമായി ആചരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് മുൻ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KP വിശ്വനാഥൻ അന്തരിച്ചിട്ടുണ്ട്. 1991 കരുണാകരൻ മന്ത്രിസഭയിലും 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വനം വകുപ്പ് മന്ത്രിയായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചില ആരോപണങ്ങളുടെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഹാരി രാജകുമാരന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്നതിന്റെ പേരിൽ 1.4 കോടി രൂപ നഷ്ടപരിഹാരം വിധിക്കപ്പെട്ട പത്രം ഏതാണ്? ഡെയിലി മിറർ എന്ന് പറയും. ഓക്കെ, ആ പേരൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അതേപോലെ തന്നെ മികച്ച പത്രപ്രവർത്തനത്തിനുള്ള ഈ വർഷത്തെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചാപ്റ്ററിന്റെ പുരസ്കാരം അത് നീൽ മാധവ് എന്ന് പറയും, അലിഷൻ ജാഫ്രി എന്ന് പറയും. അപ്പൊ മികച്ച പത്രപ്രവർത്തനത്തിനുള്ള ഈ വർഷത്തെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചാപ്റ്ററിന്റെ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? നീൽ മാധവ് ആൻഡ് അലിഷൻ ജാഫ്രി എന്ന് പറയും. അടുത്തൊരു കാര്യം, അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് അവരുടെ മാതൃഭാഷയിൽ പഠനം സാധ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്ത്? SEERT എന്ന് പറയും. SCERT എന്ന് പറയും അല്ലെ? അപ്പൊ ഇതിനു വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുന്നത് എന്താണ്? SERT എന്ന് പറയുമ്പോൾ കേരള എന്നാണ് സ്റ്റേറ്റ് സിലബസ് പുസ്തകമൊക്കെ തയ്യാറാക്കുന്നത് അവരാണല്ലോ അല്ലെ? അപ്പൊ അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് അവരുടെ മാതൃഭാഷയിൽ പഠനം സാധ്യമാക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നത് ആരാണ്? SERT ആണ്. ChatGPTക്ക് ബദലായി ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയായ ഓല വികസിപ്പിക്കുന്ന AI ചാറ്റ് ബോട്ട് ഏതാണ്? കൃത്രിം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ കൃത്രിം എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഓല വികസിപ്പിക്കുന്ന, അല്ലെങ്കിൽ ChatGPTക്ക് ബദലായിട്ട് ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയായ ഓല വികസിപ്പിക്കുന്ന AI ചാറ്റ് ബോട്ട് ആണ് എന്ത് ചെയ്യുന്നത്? കൃത്രിം എന്ന് പറയും. ഈ ഒരു കാര്യം പഠിച്ചു വെക്കണേ. ഈ വർഷത്തെ ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഏതാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ, ആരാണ്? ബാംഗ്ലൂരാണ്. ഇതിൽ വിജയിയായ ആളാരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തെ ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ബാംഗ്ലൂരാണ്. അടുത്തിടെ GI ടാഗ് ലഭിച്ച മേഘാലയയിൽ നിന്നുള്ള മഞ്ഞൾ ഏതാണ്? ലങ്കഡോങ് മഞ്ഞൾ എന്ന് പറയും, ലക്കഡോങ് മഞ്ഞൾ. ഓക്കെ, അപ്പൊ GI ടാഗ് ലഭിച്ച, അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും പുതിയ GI ടാഗോ ഇതുപോലെയുള്ള പുതിയ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. പലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ പട്ടിണി യുദ്ധ ആയുധമായി, അല്ലെങ്കിൽ എന്താണ് പട്ടിണി എന്ന് പറയുന്നത് യുദ്ധ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആണ്. അപ്പൊ പട്ടിണി എന്ന് പറയുന്നത് ഒരു ആയുധമായി യൂസ് ചെയ്യുന്നു എന്ന് ഇസ്രായേലിന്റെ മേൽ ആരോപണം ഉയർത്തിയത് ആരാണ്? ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയും. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് ഉത്തര കൊറിയ. കാരണം US വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉത്തര കൊറിയ ഇത് ചെയ്തിരിക്കുന്നത്. 2025 ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? അമേരിക്കയാണ്. എവിടെയാണ്? അമേരിക്കയാണ്. ഓക്കെ, അടുത്ത കാര്യം, 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുരേഷ് എന്ന് പറയും. ഇനി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി കേരളത്തിൽ പുനരധിവാസ ഗ്രാമങ്ങൾ പുനലൂർ, നിലമ്പൂർ, കാട്ടാക്കട, കണ്ണൂർ എവിടെയൊക്കെയാണ്? പുനലൂർ, നിലമ്പൂർ, കാട്ടാക്കട, കണ്ണൂർ. ഈ പറയുന്ന 4 സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സാമൂഹിക നീതി വകുപ്പ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി കേരളത്തിൽ പുനരധിവാസ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കിയത് ആരാണ്? കർണാടകയാണ്. അപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക എന്ത് ചെയ്തിട്ടുണ്ട്? 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാസ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കൂടി പറയാണ്. ഒരു കലണ്ടർ വർഷം 10 കോടിയിലേറെ യാത്രക്കാരെ അല്ലെങ്കിൽ യാത്രക്കാർ യാത്ര ചെയ്തു എന്ന് പറയുന്ന ആദ്യ വിമാന കമ്പനി ആരാണ്? ഇൻഡിഗോ. ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടിയിലധികം യാത്രക്കാരെ കയറ്റി എന്ന് പറയുന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആരാണ്? ഇൻഡിഗോ.
അപ്പൊ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ 68% ആരുടെ കയ്യിലാണ്? ഇൻഡിഗോയുടെ കയ്യിലാണ്. അപ്പൊ മൊത്തത്തിൽ വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു യാത്രാ സംവിധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിഗോയെ കുറിച്ച് പറയാം. രാജ്യത്ത് ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഓൺലൈനായി സംവിധാനം ലഭിക്കാൻ തീരുമാനിച്ചത് ഏതാണ്? കേരളമാണ്. അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പരിപൂർണമായും ഓൺലൈനായി ലഭിക്കുന്ന സംവിധാനം നിലവിൽ വരാൻ പോകുന്ന ആദ്യ സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ഇത് കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സേവനങ്ങൾ ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് കെ സ്മാർട്ട്. അപ്പൊ കേരള സ്മാർട്ട് എന്ന് പറയാം. 3 കാര്യങ്ങൾ പറഞ്ഞു. 10 കോടിയിലേറെ യാത്ര ചെയ്തത് ഏതാണ്? ഇൻഡിഗോയാണ്. അതേപോലെ തന്നെ ഓൺലൈനായി വരുന്നത് ഏതാണ്? കേരളയാണ്. കെ സ്മാർട്ട് എന്ന് പറയും തദ്ദേശ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ. ചൈനയിൽ 126 പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം ഗാൻസു പ്രവിശ്യയിലാണ് എന്ത് ചെയ്തത്? ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക, ഗാൻസു പ്രവിശ്യ. കാരണം ഇപ്പൊ പല സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇപ്പം ഐസ്ലാൻഡിൽ ഉണ്ടായി, ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെയാണ്? കൊല്ലത്താണ് നടക്കാൻ പോകുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു സംഭവം വയനാട്ടിൽ എന്ത് ചെയ്തിരുന്നു? ഒരാളെ ഒരു കടുവ കടിച്ചു കൊന്നു തിന്ന സംഭവം ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ അവിടുന്ന് നരഭോജിയായ കടുവയെ പിടിച്ചു. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? നിരീക്ഷണത്തിന് വേണ്ടി ഒരു മൃഗശാലയിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആ മൃഗശാലയുടെ പേരെന്താണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂരിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചൈനയിലെ ഭൂകമ്പം എവിടെയാണ് നടന്ന പ്രവിശ്യ? അതേപോലെ തന്നെ എന്താണ് മീൻസ് 2024 സംസ്ഥാന സ്കൂൾ കായികലോത്സവം വയനാട്ടിൽ നിന്ന് പിടിച്ച കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂരിലാണ്. ഇന്ത്യയിൽ അതിവേഗം വ്യാപിക്കുന്ന കോവിഡിന്റെ പുതിയ വകഭേദം ഏതാണ്? JN1 ആണ്. ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. ഓക്കെ, അടുത്തത് ഗാസയുടെ മേലുള്ള ഇസ്രായേൽ ആക്രമണം. നമ്മൾ റെഡ് സീ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ? റെഡ് സീ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ ആണ്. എനിക്ക് തോന്നുന്നു മുമ്പത്തെ ക്ലാസ്സുകളിൽ ഏതിലോ നമ്മൾ റെഡ് സീയുടെ സ്ട്രാറ്റജിക് പൊസിഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറയുന്നതായിരിക്കും. നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഗാസയുടെ മേൽ ഇസ്രായേൽ ആക്രമണം. അപ്പൊ ഇതിന് അമേരിക്ക സഹായം നൽകുന്നു. അപ്പൊ ഇതിനോടുള്ള പ്രതിഷേധം എന്ന രീതിയിൽ ചെങ്കടലിലെ അമേരിക്കൻ കപ്പലുകളെ റാഞ്ചിയ യമനിലെ വിമത സംഘടന ഏതാണ്? ഹൂത്തി എന്ന് പറയും അല്ലെ? യുഎസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രത്യേക നാവിക ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയും. ഇപ്പോൾ 2 പ്രശ്നങ്ങളാണ്. ഈ ചെങ്കടലിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ഇസ്രായേൽ ഈ അറ്റാക്ക് നിർത്താത്തത് കൊണ്ട് ആഗോളതലത്തിൽ വളരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ റെഡ് സീയുടെ ഒരു എക്സിറ്റ് എന്ന് പറയുന്നത് ബാബുൽ മന്ദബ് എന്ന് പറയും അല്ലെ? അപ്പൊ റെഡ് സീയുടെ ഈ പറയുന്ന മീൻസ് എന്താണ്? ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ അറേബ്യൻ സീയിലേക്ക് വരുന്ന ആ ഒരു എക്സിറ്റിൽ വരുന്ന ഇവിടെയുള്ള രാജ്യമാണ് യമൻ. അപ്പൊ യമനിന് എന്ത് ചെയ്യും? ഈ പറയുന്ന ഒരു എൻഡിൽ വളരെ വലിയ സ്വാധീനം ഉണ്ട് എന്നത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന അമേരിക്കൻ കപ്പലിനെ റാഞ്ചിയ സംഘടന ഏതാണ്? ഹൂത്തിയാണ്. ഹൂത്തി മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ റെഡ് സീയിലൂടെ പോകുന്ന ഒട്ടുമിക്ക കപ്പലിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ആക്രമിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു അഥവാ US ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു ദൗത്യ സംഘത്തിന്റെ പേരാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയും. എന്താണ് ഈ പേരൊന്ന് പഠിച്ചു വെച്ചോ? ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ. ആരാണ്? ഹൂത്തീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റെഡ് സീയിൽ അക്രമം നടത്തുന്നത്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ. അപ്പൊ US ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളാണ്. ഈ പറയുന്നതിൽ എന്തല്ല? ഇന്ത്യ അംഗമല്ല എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. തിമിംഗലങ്ങൾ ആശയവിനിമയം നടത്തുന്ന ഭാഷ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേക സ്പീക്കറുകൾ വഴി തിമിംഗലവുമായി ആശയവിനിമയം നടത്തിയത് ആരാണ്? US-ലെ സെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇനി 2023 സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ 24 പുരസ്കാരങ്ങളാണ്, 24 ഭാഷകൾ. ഏതൊക്കെയാണ്? ഈ ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഷെഡ്യൂൾഡ് ലാംഗ്വേജുകൾ എന്ന് പറയുന്ന 22 ഭാഷകളും രാജസ്ഥാനിയും ഇംഗ്ലീഷും അടങ്ങുന്നതാണ് എന്ത്? ഈ പറയുന്ന 24 ലാംഗ്വേജുകൾ. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ
ഈ ലാംഗ്വേജ് മീൻസ് സാഹിത്യ അക്കാദമി ഒക്കെ ലഭിച്ചാൽ ഈ കൃതികൾ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാനും അതുപോലെയുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? EV രാമകൃഷ്ണൻ എന്ന് പറയും. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്യുന്നത്? EV രാമകൃഷ്ണന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകൾ വാക്കിലെ സമൂഹം എന്ന് പറയും, അനുഭവങ്ങളെ ആർക്കാണ് പേടി, അക്ഷരവും ആധുനികതയും, ഈ പറയുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓടക്കയൽ പുരസ്കാരം, ഈ പറയുന്നതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്തു? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 2023 മികച്ച പുരുഷ താരമാരാണ്? ഹാർദിക് സിംഗ് എന്ന് പറയും. അപ്പൊ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 2023 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഹാർദിക് സിംഗ് ആണ്. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? കുരിപ്പുഴ ശ്രീകുമാർ എന്ന് പറയും. ഈ പേരൊന്ന് പഠിച്ചു വെക്കണേ. 2023 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 2030 കേരളത്തെ ഒറ്റ നഗരമാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സതീഷ് കുമാർ ആണ്. മൊത്തം കമ്മിറ്റിയിൽ 13 അംഗങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന ജസ്റ്റ് ഒരു ഫാക്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായി സഞ്ജയ് സിംഗ്, തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ആള് ബ്രിജിഭൂഷൺ ആണ്. അപ്പൊ ഈ പറയുന്ന ബ്രിജിഭൂഷൺ, ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തിയിരുന്നു. അത് വിജയം കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ബ്രിജിഭൂഷന്റെ അനുയായിയായ ഏറ്റവും എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വലം കൈ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സഞ്ജയ് സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനോടുള്ള പ്രതിഷേധം എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിരമിക്കൽ പ്രഖ്യാപിച്ച, ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാണ്? സാക്ഷി മാലിക് ആണ്. അപ്പോ ഒളിമ്പിക് മെഡൽ ജേതാവ് കൂടിയായ സാക്ഷി മാലിക് എന്ത് ചെയ്തു? തന്റെ കായിക ജീവിതം അവസാനിപ്പിച്ചു. അതേപോലെ വളരെ പ്രധാനമായും ചെയ്തിരിക്കുന്ന ബ്രിജി പൂനിയ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. അതേപോലെ ഇപ്പം നിരന്തരം ഓരോ പുതിയ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ പത്മശ്രീ തിരിച്ചു നൽകുകയൊക്കെ ചെയ്യുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും? ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയേക്കാം. 2022 കേരള ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി കൗൺസിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? പി സുരേഷ് ബാബു എന്ന് പറയും. ഡോക്ടർ താണു പത്മനാഭനും ഭാര്യ ഡോക്ടർ വസന്തി പത്മനാഭനും ചേർന്ന് രചിച്ച ദി ഡോൺ ഓഫ് ദി സയൻസ് അല്ലെങ്കിൽ ദ ഡോൺ ഓഫ് സയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയായ ശാസ്ത്രത്തിന്റെ ഉദയം എന്ന കൃതിയാണ് എന്ത് ചെയ്യുന്നത്? പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്. ഓക്കെ, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ താൽക്കാലിക ചെയർമാനായി നിയമിതയായത് ആരാണ്? പി വസന്തയാണ്. ദെൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ്, ഇപ്പൊ തമിഴ്നാട് സർക്കാരിനൊരു അടി കിട്ടിയെന്ന് നമുക്ക് പറയാവുന്ന അനധികൃത സ്വത്ത് സമ്പാദ്യ കേസിൽ മദ്രാസ് ഹൈക്കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ച തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പൊന്മുടിയാണ് അല്ലെ. പൊന്മുടി എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ കെ പൊന്മുടിയാണ് എന്ത് ചെയ്യുന്നത്? മദ്രാസ് ഹൈക്കോടതി 3 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. മുൻ കരസേനാ മേധാവി MM നരവനയുടെ ആത്മകഥ ഏതാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആൻഡ് ബയോഗ്രഫി എന്ന് പറയും അല്ലെ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നതാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾക്ക് കറണ്ട് അഫയേഴ്സ് എന്തായിരിക്കും? വീക്ക്ലി ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത വീക്കിൽ കാണുന്നത് വരെ അപ്പൊ കൃത്യമായ രീതിയിൽ പഠിക്കുക. അപ്പൊ ഇതിന്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്തായിരിക്കും? മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലൂടെ ആയിരിക്കും. അപ്പൊ നമ്മളുടെ ലൈവ് ക്ലാസ്സുകളും മറ്റും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് മാക്സിമ കേരള PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ലഭ്യമാകുന്നത്. അതേസമയത്ത് നിങ്ങൾ മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നിർബന്ധമായും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് നോട്ടുകളും നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്താൽ അറിയാം, ഒരുപാട് നോട്ടുകളും ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓരോ ദിവസവും ലഭിക്കും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആരംഭം എന്ന് പറയുന്ന യൂട്യൂബ് കൂസ്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡെയിലി സ്റ്റഡി പ്ലാൻ ആയാലും നോട്ടുകളായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എവിടെയായിരിക്കും? ആ പറയുന്ന ടെലഗ്രാം ചാനലായിരിക്കും. അപ്പൊ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഓൾ.